നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. റോഡിലെ തർക്കങ്ങൾ അക്രമത്തിലും കൊലപാതകത്തിലും കലാശിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ നാട്ടിലിപ്പോൾ പല ദിവസങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ കൊച്ചിയിലാണ് ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയത്. വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനെ തുടർന്നുണ്ടായ തർക്കത്തിലാണ് കൊച്ചിയിൽ ഓട്ടോ ഡ്രൈവർ മർദ്ദനമേറ്റ് മരിച്ചത്. ഇടക്കൊച്ചി സ്വദേശി ജോയിയാണ് കൊല്ലപ്പെട്ടത്. തർക്കത്തിനിടെ ജോയിയെ തള്ളിയിടുകയായിരുന്നു. സംഭവത്തിൽ ഒരാൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. നവമി ദിനേശ് ചേരുന്നു കൊച്ചിയിൽ നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. നവമി, ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പല ദിവസങ്ങളിലും കേൾക്കാൻ കഴിയും. വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനെ ചൊല്ലിയുണ്ടാകുന്ന തർക്കം അക്രമത്തിൽ, കൊലപാതകത്തിൽ കലാശിക്കുന്ന സംഭവങ്ങൾ ഒരു പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് മലയാളി മാറുന്നു. അതായത് മുൻപൊന്നും കേൾക്കാത്ത രീതിയിലുള്ള സംഭവങ്ങളാണ്, വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിസ്സാര കാരണങ്ങളുടെ പേരിൽ കൊലപാതകം സംഭവിക്കുന്നു, അതും പൊതുനിരത്തിൽ. എന്താണ് ഈ കൊച്ചിയിൽ സംഭവിച്ചത്? എന്നായിരുന്നു ഈ സംഭവം? മനസ്സിലാക്കുന്നതനുസരിച്ച് ഈ ഓട്ടോ ഡ്രൈവർ ചികിത്സയിലിരിക്കുകയാണ് മരിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ എന്നാണ് ഈ അക്രമ സംഭവം ഉണ്ടായത്? ടോമി, നിരത്തുകളിൽ കൂടി ഉണ്ടാകുന്ന അപകടങ്ങൾ, അത് ഇത്തരത്തിൽ പറഞ്ഞു തീർക്കാൻ കഴിയുന്ന ഒരു സംഭവം, അത് ചിലപ്പോൾ ഓവർടേക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാകാം, അല്ലെങ്കിൽ ഓവർ സ്പീഡുമായി ബന്ധപ്പെട്ടതാകാം. ഇതൊക്കെ ഒരു നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നഷ്ടമാകുന്നത് ഒരു കുടുംബത്തിലെ ഗൃഹനാഥനെയോ മകനെയോ മകളെയോ, അങ്ങനെ വളരെ ദുഃഖിപ്പിക്കുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇത് അടിക്കടി ഉണ്ടാകുന്നു എന്നുള്ളത് വേദനിപ്പിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. ഈ സംഭവം ഉണ്ടായത് മെയ് 4-ാം തീയതിയാണ്. വൈകുന്നേരം 3:30 സംഭവം ഉണ്ടാകുന്നത്. ക്ഷമിക്കണം. ഇടപ്പള്ളി പൊതുശ്മശാനം, ഇടക്കൊച്ചി പൊതുശ്മശാനത്തിന് സമീപമുള്ള റോഡിലായിരുന്നു ഈ സംഭവം നടക്കുന്നത്. ജോയി ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഈ ഓട്ടോയെ ഓവർടേക്ക് ചെയ്ത് വന്നിരുന്ന ഇരുചക്ര വാഹനക്കാരനായ വിമലിനെ ഓവർടേക്ക് ചെയ്യാൻ ജോയി സ്ഥലം കൊടുത്തില്ല എന്നതുമായി ബന്ധപ്പെട്ട ഒരു തർക്കമായിരുന്നു. ഈ ഓവർടേക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ട് കുറച്ച് മുന്നിലേക്ക് കടന്നിട്ടും ഈ ജോയിയുടെ ഓട്ടോയെ ഓവർടേക്ക് ചെയ്യുന്നു. ഇരുചക്ര വാഹനത്തിൽ വന്ന വിമൽ ഓവർടേക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവർ തമ്മിലൊരു തർക്കമുണ്ടാകുന്നു. ഈ തർക്കത്തിനൊടുവിൽ ജോയിയെ വിമൽ തള്ളുന്നു. ഈ തള്ളുന്ന ഓട്ടോയിലുണ്ടായിരുന്ന ജോയിയാണ് പുറത്തേക്ക് തള്ളിയിടുന്നത്. ഈ തള്ളിയിടുന്ന സമയത്ത് വീഴുന്ന സമയത്ത് സ്ലാബിൽ തലയിടിച്ച് ജോയിയുടെ ബോധം പോകുന്നു. ഇത് കാണുന്ന വിമല് പെട്ടെന്ന് തന്നെ അടുത്തുള്ളൊരു വീട്ടിലേക്ക് ജോയിയെ കൊണ്ട് കിടത്തുകയും അതിനുശേഷം ജോയിയുടെ ഒരു ബന്ധുവിനോട് ഈ വിവരം വിളിച്ച് പറയുകയും ചെയ്തു. പക്ഷേ വിമൽ വിളിച്ച് പറഞ്ഞത് മദ്യപിച്ച് ബോധരഹിതനായി വഴിയിൽ കണ്ടിരുന്ന ജോയിയെ താൻ ഈ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ ബന്ധുവിനെ വിവരം അറിയിക്കുന്നത്. ഈ ജോയിയും വിമലും പരിചയക്കാര് കൂടിയാണ്. ആ വഴിയാണ് ജോയിയുടെ ബന്ധുവിനെ ഈ കാര്യം അറിയിക്കുന്നത്. അതിനുശേഷം വിമൽ സ്ഥലം വിട്ടു പോവുകയും ചെയ്തു. ഈ സംഭവം നടന്ന് പിന്നീട് ജോയിയെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ബന്ധുക്കൾ വന്ന് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. രാത്രി 9 മണി ആയപ്പോഴേക്കും ജോയിയുടെ ശാരീരികമായി ചില അസ്വസ്ഥതകൾ കൂടി വരുന്നതായി ബന്ധുക്കൾക്ക് മനസ്സിലാക്കുകയും ഉടൻ തന്നെ എറണാകുളത്തെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ആശുപത്രിയിലെത്തി ഐസിയുവിൽ പ്രവേശിപ്പിച്ചു. ചികിത്സയിൽ തന്നെ ഡോക്ടർമാർക്ക് അസ്വാഭാവികമായിട്ടുള്ള കാര്യം മനസ്സിലായി. ഇത്തരത്തിൽ തലയ്ക്ക് അടിയേറ്റിട്ടാണ്, തലയ്ക്ക് പറ്റിയ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഇത്തരത്തിലൊരു വലിയ ഒരു ആരോഗ്യാവസ്ഥ മോശമാകാൻ കാരണമെന്ന് പറയുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് ഐസിയുയിലേക്ക് പ്രവേശിപ്പിച്ചത്. ഇന്ന് രാവിലെ ആയപ്പോഴാണ് ജോയിയുടെ മരണവിവരം അറിയുന്നത്. ഇന്ന് രാവിലെയാണ് ജോയി മരണപ്പെട്ടു എന്ന് ആശുപത്രിയിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം ഈ ജോയിയുടെ ഭാര്യ ഈ സംഭവം ഈ ഡോക്ടർമാർ പറഞ്ഞിരുന്നു. സൂചിപ്പിച്ചതുപോലെ ഈ വിമൽ ജോയിയുടെ അയൽവാസിയായിട്ടുള്ള വിമൽ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. ഇയാൾക്കെതിരെ കൊലപാതക കുറ്റമടക്കം ചുമത്തി പോലീസ് കേസെടുത്തിരിക്കുമല്ലോ. ഇയാളുടെ ഒരു പശ്ചാത്തലം എന്താണ്? ഈ വിമലിന്റെ ഒരു പശ്ചാത്തലം ഇത്തരം ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണോ? ഈ രീതിയിൽ യാതൊരു നിസ്സാര ഒരു കാരണത്തിന്റെ പേരിൽ ഒരു മനുഷ്യനെ ഇതേ രീതിയിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തുക, അത് ബോധപൂർവം കൊലപ്പെടുത്തുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യം? ടോം,
വിമലിന്റെ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. പക്ഷെ അങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയല്ല വിമലും ഈ ജോയും പരിചയക്കാരു കൂടിയാണ്. പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തെ തുടർന്നാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതെന്നുള്ള ഒരു കുറ്റസമ്മതം വിമൽ പോലീസിനോട് നടത്തിയിട്ടുണ്ട്. ഇത് അപ്രതീക്ഷിതമായി ഇത്തരത്തിൽ ഓവർടേക്ക് ചെയ്തത് സമ്മതിക്കാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിൽ വണ്ടി നിർത്തി ജോയിയുമായി തർക്കത്തിലായത്. ആ ഒരു ദേഷ്യത്തിന് പുറത്താണ് ജോയിയെ തള്ളിയിടുന്നതും ജോയി തലയിടിച്ച് വീഴുന്നതും വിമൽ കാണുന്നത്. പിന്നീട് പെട്ടെന്ന് ആരും സമീപ പ്രദേശത്തൊന്നും ഇതാരും സംഭവം കാണാത്തത് കൊണ്ടാണ് പെട്ടെന്ന് ഒരു കള്ളം പറഞ്ഞ് ജോയിയെ അടുത്തുള്ള ഒരു വീട്ടിലേക്ക് ആക്കിയതിനു ശേഷം ജോയിയുടെ ബന്ധുവിനെ വിവരം വിളിച്ചറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ജോയിയെ വിമൽ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തിയല്ല. ആ പ്രദേശത്ത് ഇടക്കൊച്ചി സ്വദേശി തന്നെയാണ് വിമലും. ഈ ജോയിയും വിമലും പരിചയക്കാരാണെന്ന് കൂടി പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ടോം, നവമി, ഇപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ഇതിനു മുൻപ് സ്പോട്ട് ലൈവ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈ രീതിയിൽ മലയാളികളുടെ ഒരു പ്രത്യേക മാനസികാവസ്ഥയെക്കുറിച്ച് നിസ്സാര കാരണങ്ങളുടെ പേരിൽ നട റോഡിൽ ഏറ്റുമുട്ടുക അല്ലെങ്കിൽ കൊലപാതകം നടത്തുക, അത്തരം സംഭവങ്ങൾ ഇപ്പോൾ പല ദിവസങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് ഒരു കൃത്യമായ നിർദ്ദേശം, നമ്മുടെ ഗതാഗത നിയമങ്ങളൊക്കെ പലരും പാലിക്കാത്തതൊക്കെയാണ് ഈ രീതിയിൽ അക്രമ സംഭവങ്ങളിലേക്ക് അല്ലെങ്കിൽ കൊലപാതകത്തിലേക്കൊക്കെ വഴിമാറുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്തും കോഴിക്കോട്ടും അടക്കം ഇതുപോലുള്ള സംഭവങ്ങൾ, റോഡിൽ അക്രമ സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇതിൻ്റെയൊക്കെ കാരണം പരിശോധിച്ചാൽ പല സംഭവങ്ങളുടെയും പിന്നിൽ അത് ഈ വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമൊക്കെയാണ് ഈ രീതിയിൽ കൊലപാതകത്തിലൊക്കെ കലാശിക്കാനുള്ള കാരണമാകുന്നത്. നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ വീഴ്ചയല്ലേ ഇങ്ങനെ സാധാരണക്കാരായ ജനങ്ങൾ നിയമം കയ്യിലെടുക്കാനുള്ള കാരണമായി കരുതേണ്ടത്? നിയമ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണം, അത് തർക്കമില്ലാത്ത കാര്യമാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ഓരോ വ്യക്തികളുടെ ഒരു മാനസികാവസ്ഥ, അവർ കുറച്ചുകൂടി തനിക്കൊപ്പം, അതായത് ഒരാൾ ഓവർടേക്ക് ചെയ്തു പോയാൽ അല്ലെങ്കിൽ ഒരാൾ ഹോൺ അടിച്ചാൽ അല്ലെങ്കിൽ അമിത വേഗത്തിൽ പോയാലൊക്കെ പ്രകോപിതരാകുന്ന ആളുകളായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ റോഡിൽ ഇറങ്ങുമ്പോൾ തന്നെ വളരെ സൂക്ഷിച്ചൊക്കെയാണ്, കാൽനട യാത്രക്കാരായിക്കോട്ടെ ഇരുചക്ര വാഹന യാത്രക്കാരായിക്കോട്ടെ ആരായിക്കോട്ടെ, വളരെ ശ്രദ്ധയോടുകൂടി വേണം പോകാൻ. കാരണം അത്തരത്തിലാണ് ഇപ്പോൾ റോഡിൽ ഇറങ്ങിയാൽ കാണുന്ന കാഴ്ചകൾ. അമിത വേഗത്തിൽ പോകുന്നു, ഹോൺ അടിക്കുന്നു, ബസ്സുകളുടെ മരണപ്പാച്ചിൽ, ഇതെല്ലാം നഷ്ടമാകുന്നത് മനുഷ്യരുടെ ജീവനാണ്. നമ്മുടെ സ്വന്തം ആളുകൾ തന്നെ അല്ലെങ്കിൽ മനുഷ്യർ തന്നെയാണല്ലോ ഈ റോഡിൽ കൂടി വാഹനമോടിച്ചു പോകുന്നത്. അത് പലപ്പോഴും പലരും മറക്കുന്നുണ്ട്. പെട്ടെന്നുള്ളൊരു പ്രകോപനം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ടെൻഷനോ അല്ലെങ്കിൽ തന്നെ ഓവർടേക്ക് ചെയ്തു പോയതിന്റെ ഒരു ദേഷ്യമോ, ഇതൊക്കെ തന്നെയാണ് പലപ്പോഴും ആളുകളിലേക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അത് ഒരു ജീവൻ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് വരെ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മനുഷ്യൻ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിൽ ഓവർടേക്ക് ചെയ്ത് പോകുന്നു, അല്ലെങ്കിൽ ഹോണടിച്ചിട്ട് നിർത്തുന്നില്ല, അമിതമായ വേഗതയിൽ പോകുന്നു, വാഹനം ഇടിച്ചിട്ട് നിർത്താതെ പോയാൽ പോലും ചേസ് ചെയ്ത് ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി പിന്നീട് ഇവരെ ആക്രമിക്കുകയും നിയമം കയ്യിലെടുക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നുണ്ട്. തീർച്ചയായും നമ്മുടെ നിയമ സംവിധാനം കർശനമാകണം. അതോടൊപ്പം തന്നെ ഗതാഗത നിയമങ്ങൾ കൂടി പാലിക്കാൻ, കുറച്ചുകൂടി കൃത്യമായി പാലിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. ഇല്ലെങ്കിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നമ്മുടെ റോഡുകളുടെ അവസ്ഥ നമുക്കറിയാം, ഇടറോഡുകളുടെ അവസ്ഥ നമുക്കറിയാം, വാഹനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനപ്പുറം സമയമില്ല. ഈ സമയമാണല്ലോ പലപ്പോഴും ഇത്തരത്തിൽ ഓരോ കാര്യങ്ങളിലേക്കൊക്കെ നയിക്കുന്നത്. ഇപ്പം പതിയെ പോകുന്ന ഒരു വണ്ടിയെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അയാൾ സൈഡ് കൊടുക്കുന്നില്ല. ഇതൊക്കെ പലപ്പോഴും മനുഷ്യരെ സംബന്ധിച്ച്, മനുഷ്യരാണ് ഇത്തരത്തിൽ ആളുകളെ ഇങ്ങനെ ഒരു മരണത്തിലേക്ക് വരെ കൊണ്ടെത്തിക്കുന്ന അല്ലെങ്കിൽ മർദ്ദിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തിക്കുന്നത്. നിയമ സംവിധാനം ശക്തമാകണം. അതോടൊപ്പം തന്നെ കുറച്ചുകൂടി ഗതാഗത നിയമങ്ങൾ നമ്മൾ കർശനമായി പാലിക്കണം. എന്നാൽ മാത്രമേ ഇതൊക്കെ കൃത്യമായി തടയാൻ സാധിക്കുകയുള്ളൂ. അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ഓരോരുത്തരും വാഹനം എടുത്ത് നിരത്തിലിറങ്ങുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമായി കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. യെസ്, വ്യക്തമാണ്. നവമി ദിനേഷ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു പ്രത്യേക ഒരു മാനസികാവസ്ഥയിലേക്ക് മലയാളി മാറുന്നു എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തെളിവാണ് ഇടക്കൊച്ചി സ്വദേശി ജോയിയുടെ
കൊലപാതകവും സൂചിപ്പിക്കുന്നത്. അതായത് വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ചെറിയൊരു തർക്കമാണ് ജോയിയെ അയൽവാസിയായിട്ടുള്ള വിമൽ കൊലപ്പെടുത്താനുള്ള കാരണം. ഇത്തരം സംഭവങ്ങൾ നിത്യേന ഇപ്പോൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ ഞാനെന്നൊരു ഭാവം അല്ലെങ്കിൽ എനിക്ക് നിയമമൊന്നും ബാധകമല്ല, ഗതാഗത നിയമം പാലിക്കാത്തതടക്കം ഇവിടെ ഒരു കാരണമായി വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവാണ്. നവജാത ശിശു മരിച്ചത് അധികൃതരുടെ അനാസ്ഥ മൂലമെന്നാണ് ബന്ധുക്കളുടെ പരാതി. വണ്ടാന സ്വദേശി മനുവിൻ്റെയും സൗമ്യയുടെയും 7 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞാണ് മരിച്ചത്. പ്രസവ വേദന വന്നിട്ടും സൗമ്യയെ ലേബർ റൂമിലേക്ക് മാറ്റിയില്ലെന്നും വാർഡിൽ കിടന്നാണ് പ്രസവിച്ചതെന്നുമാണ് ബന്ധുക്കളുടെ ആരോപണം. ഗ്യാസിന്റെ അടി വേദന മാറി, ഇഞ്ചക്ഷൻ എടുത്തിട്ട് വേദന മാറുന്നുകൊണ്ട് അവിടെ കിടന്നു. സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ 4:30 ഒരു 5 മണിയൊക്കെ ആയപ്പോൾ സഹിക്കാൻ വയ്യാതെ അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്നു. ലേബർ റൂമിന് 1ാം സ്റ്റേജിൽ നിന്ന് 2ാം സ്റ്റേജിലോട്ട് അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു എനിക്ക് ഡോക്ടർ എനിക്ക് വേദന കൊണ്ട് ഭയങ്കര വേദനയെന്ന് പറഞ്ഞു. വേദന പറഞ്ഞപ്പോഴും അവർ പെട്ടെന്ന് PB ചെയ്ത് നോക്കി. PB ചെയ്ത് നോക്കിയപ്പോഴും അവർ പറഞ്ഞത് ഈ മൂത്രത്തിപ്പഴുപ്പിൻ്റെ ഈ അഴുക്ക് പോണത് അല്ലാതെ ഒന്നുമില്ല. ശരിക്കും വേദന വന്ന് സഹിക്കാൻ വയ്യാതെ വന്നപ്പോഴത്തേക്കും അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കും അവർ പെട്ടെന്ന് കിടന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അവർ മിഷ്യൻ വെച്ച് നോക്കുന്നതിന് മുന്നേ തന്നെ കൈ വെച്ച് നോക്കിയപ്പോൾ തന്നെ അവർക്ക് കൺട്രാക്ഷൻ ഉണ്ടെന്ന് മനസ്സിലായി. ഞാൻ പറഞ്ഞു എനിക്ക് ബാത്റൂമിലും പോകാൻ മുട്ടെന്ന് പറഞ്ഞപ്പോഴും അവർക്ക് സത്യം മനസ്സിലായി. അതുവരെ അവർക്ക് മനസ്സിലായില്ല. ഞാൻ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് ഈ ഗ്യാസിന്റെ വേദന തന്നെയാണ് ഡോക്ടർ, എനിക്ക് അത്രയ്ക്ക് സഹിക്കാൻ വയ്യ, എനിക്ക് ഇതും കുറവും നടുവൊക്കെ വേദന എടുക്കുന്നു പറഞ്ഞപ്പോഴും പറഞ്ഞു ഗ്യാസിന്റെ ആയിരിക്കും, നോക്കാം നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിന്റെ ആയിരിക്കുള്ളൂ. അവർ സിമ്പിളായിട്ടാണ് പറഞ്ഞത്. ഇച്ചിരി കഴിഞ്ഞാൽ 15 മിനിറ്റിനുള്ളിൽ എനിക്ക് നേരെ ഷിഫ്റ്റ് ചെയ്യുക, പ്രസവിക്കുക, കയ്യിൽ കുഞ്ഞിനെ തരിക. വെറും 15 മിനിറ്റിനുള്ളിൽ. ഞാൻ ആ സമയത്ത് അങ്ങോട്ട് കെയർ ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ അതും നടക്കത്തില്ലായിരുന്നു. എൻ്റെ ഈ ബ്ലീഡിങ് മുഴുവൻ പോയതുകൊണ്ടാണ് എന്നെ കുഞ്ഞത് കുടിച്ചത്. ഇവർക്ക് അത് നേരത്തെ കണ്ട ഇച്ചിരി കണ്ടപ്പോഴത്തേക്കും അത് ഓപ്പറേഷൻ ചെയ്ത് എൻ്റെ കുഞ്ഞിനെ കിട്ടിയതായിരുന്നു. അവരെ മുഴുവൻ ഞാൻ കാണിച്ചു കൊടുത്തത് ഇത് കണ്ട ഇങ്ങനെയാ പോണത്, ഇങ്ങനെയാ പോകുന്നത്. അവര് കണ്ടെങ്കിൽ പറയാൻ കണ്ടില്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ പറയാം. ഞാൻ മുഴുവൻ കാണിച്ചു കൊടുത്തു ഇങ്ങനെയാണ് പോണത്. അപ്പോഴാണ് അവര് PB ചെയ്ത് നോക്കിയത്. എന്നിട്ടും പറഞ്ഞു ബ്ലീഡിങ് അല്ല ഇത് മൂത്രത്തിൽ പഴുപ്പിന്റെ ഗുളിക വെച്ചിട്ട് അഴുക്കാ പോണേന്ന് പറഞ്ഞു. നമുക്ക് ഡോക്ടർ പറയുന്നതല്ലേ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. അത്ര നേരം ഞാൻ പറഞ്ഞു ഇത് വേദന എന്തിന്റെയാണ് ഡോക്ടറെ, എന്തിന്റെയാണ് ഞാൻ എടുത്തെടുത്ത് ചോദിച്ചു. ലേബർ റൂമിൽ കിടക്കുമ്പോൾ നമുക്ക് ഡോക്ടറിനോട് ദേഷ്യപ്പെടാനോ പിടിക്കാനൊന്നും പറ്റത്തില്ല. അവര് നമ്മുടെ നേരെ തിരിഞ്ഞിരിക്കും. അതുകൊണ്ട് സ്നേഹത്തോടെ ചോദിച്ചു ഡോക്ടറെ ഇത് എന്തിന്റെ വേദനയാണ്, ഗ്യാസിന്റെ വേദനയാണോ, ഗ്യാസിന്റെ വേദന പോയിക്കട എന്ന് പറഞ്ഞു. ഒട്ടും സഹിക്കാൻ വേദന ഞാൻ അങ്ങോട്ട് എന്ന് പറയാം എനിക്ക് വേദന കൊണ്ട് പറയാൻ എനിക്ക് പറ്റുന്നില്ലെന്ന് പറയുമ്പോഴേക്കും അവരൊന്നും നോക്കിയതില്ല. അതുവരെ അവര് ചുമ്മാ നോക്കും, ഗ്യാസിന്റെ പോയി കിടന്നു പറഞ്ഞു. ആദ്യം തന്നെ ഇവർക്ക് ഈ ഡോക്ടേഴ്സ് മെയിൻ ഡോക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആദ്യം തന്നെ ഇത് ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ അവർ ഓപ്പറേഷൻ ചെയ്തില്ലായിരുന്ന. ഓപ്പറേഷൻ ചെയ്തിരുന്ന എന്റെ കുഞ്ഞിനെ എനിക്ക് കിട്ടത്തില്ലായിരുന്ന. അപ്പൊ ഇവര് വേദന കൊണ്ട് സഹിക്കാൻ വയ്യാതെ അമ്മയടുത്ത് കിടന്ന് പറഞ്ഞും കരഞ്ഞൊക്കെ നിൽക്കുക. അപ്പൊ ഇവര് അത് ഓരോരോ ചെറിയ കാരണങ്ങളാണെന്ന് പറഞ്ഞ് ഈ തള്ളി വീട് വരും. അതൊന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. ആ പൊക്കം അവിടെ പോയിരുന്നു, അത് ഗ്യാസാണ്, ഇതാണ് ഇപ്പം നിസ്സാരോടങ്ങ് പറയുക. അവസാനം വേദന കൊണ്ട് സഹിക്കാൻ വയ്യാതായപ്പം എടുത്തകത്ത് കൊണ്ടുപോയി. നേഴ്സുമാരില്ല കൊണ്ടുപോയി അവിടെ കൊണ്ട് ഇറക്കി അങ്ങോട്ട് വെക്കുകയും ആൾ പ്രസവിച്ചു. പകുതി വെളിയില്ല. അന്നേരമാണ് ഡോക്ടർമാർ തന്നെ ചോദിക്കുക അയ്യോ ഇതെന്ത് ഇത്ര പെട്ടെന്ന് പ്രസവിക്കുക എന്ന് പറഞ്ഞ് അവർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെളിയിൽ എടുക്കുമായിരുന്നു. എടുത്തു കഴിഞ്ഞപ്പോൾ അത് പിന്നീട് അവർ പറഞ്ഞ് കുഞ്ഞിനെ അങ്ങ് കൊണ്ടുപോയി. പിന്നീട് ചെക്കിങ് എല്ലാം കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞ് ഇൻഫെക്ഷനാണെന്ന് പറഞ്ഞു. ഇൻഫെക്ഷനാണെന്ന് പറഞ്ഞ് അവിടെ ഇട്ട് ഇത്രയും നാളും ചികിത്സിക്കുമായിരുന്നു. 8 ദിവസം വെളിയിൽ നിന്നാണ് മരുന്ന് മൊത്തം വെളിയിൽ നിന്ന്, അത്യാവശ്യം മരുന്നുകളും വെളിയിൽ നിന്ന്, അതുമല്ല ടെസ്റ്റ് ചെയ്യുന്നതൊക്കെ വെളിയിൽ നിന്ന്. ഒരു ടെസ്റ്റിന് 300, 1000, 800 അങ്ങനെ പല രീതിയിലുള്ള ടെസ്റ്റുകളെല്ലാം വെളിയിൽ നിന്നാണ് ചെയ്യുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തോട്ട് കൊണ്ടുപോകാം, അവിടെ നിന്ന് ഡോക്ടറിന് നമ്പറുണ്ട്, വിളിച്ച് ചോദിക്കാം. അതൊക്കെ നല്ല രീതിയിലാണ് പെരുമാറി. അവരുടെ റിസ്കിൽ വിളിച്ച് ചോദിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ആംബുലൻസൊക്കെ റെഡിയാക്കാൻ പറയും. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവർ പറയുന്നു അത് വേണ്ട, ഇവിടെ തന്നെ അതിനുള്ള മരുന്ന് കൊടുക്കാനുള്ള സാഹചര്യം എല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് കുറച്ച് പേരായിട്ട് വന്നു. അങ്ങനെ ചികിത്സിച്ച് ഇപ്പം കൊച്ചു മരണപ്പെട്ടു. നമുക്ക് ഇവർ ഈ കാണിച്ച അനാസ്ഥയുടെ ഒരു ഇത് നമുക്ക് കിട്ടണം. പക്ഷേ നമുക്ക് ഇപ്പം ഞങ്ങൾക്ക് സംഭവിച്ചു, ഇനി ബാക്കിയുള്ളവർക്ക് സംഭവിക്കാതിരിക്കാൻ നോക്കാം. കുഞ്ഞിന്റെ മൃതദേഹവുമായി ബന്ധുക്കൾ മെഡിക്കൽ കോളേജിൽ പ്രതിഷേധിച്ചു. സംഭവത്തിൽ അമ്പലപ്പുഴ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ശരണ്യ സ്നേഹജൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്നും വിശദാംശങ്ങളുമായി. ശരണ്യ, അമ്മയുടെ കണ്ണീരാ വേദന അത് വലിയ രീതിയിൽ നമ്മൾ ഓരോരുത്തരെയും വിഷമിപ്പിക്കുന്നുണ്ട്, ദുഃഖിപ്പിക്കുന്നുണ്ട്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ
ഉണ്ടായ ഈ കുഞ്ഞിൻ്റെ മരണം, ഇതിനു മുൻപ് ഇത്തരം ചികിത്സാ പിഴവ് മൂലം നിരവധി കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്, നിരവധി രോഗികളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്താണ് ഈ കുഞ്ഞിൻ്റെ മരണത്തിൽ കുഞ്ഞിൻ്റെ ഈ മരണവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത്? ഇത്തരം ചികിത്സാ പിഴവെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ടല്ലോ. ഇതിപ്പോ രണ്ടാമത്തെ തവണയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മൃതദേഹവുമായി രോഗികളുടെ ബന്ധുക്കൾ സമരം ചെയ്യേണ്ട അല്ലെങ്കിൽ പരിശോധിക്കേണ്ട സാഹചര്യം വരുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് കുറഞ്ഞ കാലയളവിൽ 3 രോഗികളാണ് ചികിത്സ തേടി എത്തിയ ആളുകൾ മരിച്ചിട്ടുള്ളത്. അതിൽ DMEയുടെ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ നവജാത ശിശു ഇന്നലെ രാത്രി 12:30 മരണപ്പെട്ടത്. ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ 28-നാണ് വണ്ടാനം സ്വദേശിയായ സൗമ്യ തന്റെ പ്രസവ ചികിത്സയുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തുന്നത്. 29-ന് സൗമ്യയുടെ ചില പരിശോധനാ ഫലങ്ങൾക്ക് ശേഷം മൂത്രത്തിൽ അണുബാധയുണ്ട് എന്നുള്ളത് കണ്ടെത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചികിത്സ നടത്തുന്നതിനിടയിലാണ് ഈ സൗമ്യയ്ക്ക് ലേബർ പെയിൻ ഉണ്ടാകുന്നത്. അവിടെ വെച്ച് പ്രസവ വേദന അനുഭവപ്പെടുകയും അത് പലതവണ ഡോക്ടർമാരോട് അടക്കം പറയുകയും ചെയ്തു തനിക്ക് പ്രസവ സംബന്ധമായ ബുദ്ധിമുട്ടുകളാണ് ഉള്ളതെന്ന്. പക്ഷെ അത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ കണക്കിലെടുത്തില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. പ്രസവവേദന അനുഭവപ്പെട്ട് പറയുമ്പോഴും ഇത്തരത്തിൽ അണുബാധ മൂലമുണ്ടായ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവഗണിക്കുകയും അത് ഗ്യാസ്ട്രൈറ്റിസിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞ് അത് സഹിക്കാനായി അവരോട് പറയുകയായിരുന്നു. നമുക്കറിയാം വണ്ടാനം മെഡിക്കൽ കോളേജ് പോലുള്ള ഇടങ്ങളിൽ നിരവധി പ്രസവങ്ങൾ നടക്കുന്നതാണ്. എത്തുന്ന രോഗികൾക്കോ അല്ലെങ്കിൽ പ്രസവിക്കാനെത്തുന്ന യുവതികൾക്കോ അത്ര കണ്ടൊരു പരിചരണമൊന്നും ആശുപത്രിയിൽ ലഭിക്കാറില്ല. സാധാരണക്കാരായ സാമ്പത്തികമായി ഒക്കെ പിന്നോക്കം നിൽക്കുന്ന ആളുകളും എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് കേസ്, കാരണം ആലപ്പുഴ ജില്ലയിൽ അത്തരത്തിലൊരു കോംപ്ലിക്കേറ്റഡ് കേസ് വന്നാൽ എടുക്കാൻ പറ്റുന്ന മറ്റൊരു ആശുപത്രിയില്ല. അതുകൊണ്ട് തന്നെ വണ്ടാനം മെഡിക്കൽ കോളേജിനെയാണ് ആശ്രയിക്കുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ സംഭവങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. അത്തരത്തിൽ ആ ലേബർ റൂമിന് തൊട്ടടുത്ത മുറിയിൽ കിടന്നിരുന്ന യുവതിക്കാണ് കുട്ടിയെ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായത്. അവർ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ഈ മരുന്ന് വെക്കുവാനായി പറഞ്ഞു. അതിനുശേഷം പിന്നീട് കടുത്ത വേദനയാണ് അനുഭവപ്പെട്ടത്. ആ വേദനയുടെ പല ഘട്ടങ്ങളിലും തനിക്ക് പ്രസവ വേദനയാണ് എന്നുള്ള കാര്യം ആ യുവതി അവരോട് പറഞ്ഞു എന്നാണ് അവർ ഇപ്പോൾ കരഞ്ഞുകൊണ്ട് നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അങ്ങനെ പല ഘട്ടങ്ങളിൽ പറയുമ്പോഴും അവിടെയുള്ള ജീവനക്കാരോ ജൂനിയർ ഡോക്ടേഴ്സോ അത് പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, അത് മുഖവിലക്കെടുക്കാത്തത് കൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് തന്നെ ഫോൺ വാങ്ങി പുറത്തു നിന്ന അമ്മയെ വിളിച്ച് അവർ കാര്യം പറയേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായി. തുടർന്ന് ബന്ധുക്കളടക്കം നിർബന്ധിച്ചത് മൂലമാണ് അത്തരമൊരു ഈ സാഹചര്യത്തിൽ നമുക്കറിയാം ഒരു സ്ത്രീ ഒരു പ്രസവത്തിലൂടെ കടന്നു പോകുന്നത് എത്രമാത്രം സങ്കീർണമാണെന്ന്. ആ സാഹചര്യത്തിൽ തന്നെ അവർ നടന്ന് തന്റെ വസ്ത്രത്തിൽ അകത്തുനിന്ന് ഫ്ലൂയിഡ് പോകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് രക്തമടക്കമുള്ള കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് അവർ പറഞ്ഞത്. എന്നിട്ടും അത് കണക്കിലെടുക്കാതെ പോയി കിടക്കാനാണ് അവരോട് നിർദ്ദേശം നൽകിയത്. തുടർന്ന് പിന്നീട് ഡോക്ടറോട് ഈ അവസ്ഥയിൽ തന്നെ അവർ ബുദ്ധിമുട്ടോടുകൂടി ചെയ്യുകയും തുടർന്നുള്ള പരിശോധനയിൽ പ്രസവത്തിലേക്ക് അവർ അടുത്തു എന്ന് മനസ്സിലാക്കുകയുമായിരുന്നു. ഇത്രയും വൈകിയത് മൂലം, അതായത് ഈ ലേബർ റൂമിലേക്ക് മാറ്റിയതിനു ശേഷം 10 മിനിറ്റിനുള്ളിൽ തന്നെ ഈ പ്രസവം നടന്നു എന്നുള്ളതാണ് ബന്ധുക്കളും സൗമ്യയും നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ സമയത്ത്, അതായത് ഈ സൗമ്യ അവിടെ ചെന്ന് ഡോക്ടർമാരോട് അങ്ങോട്ട് സമീപിച്ചു, അതായത് PG ഡോക്ടേഴ്സാണ് ഉണ്ടായിരുന്നത്, അങ്ങോട്ട് സമീപിച്ച് എത്തി പറയുമ്പോഴും മാത്രമാണ് അത്തരമൊരു പരിശോധന ഉണ്ടാവുകയും പ്രസവമാണ് എന്ന് അവർ പറയുകയും ചെയ്യുന്നത്. അതുവരെയും ഗൗനിക്കാതിരുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഫ്ലൂയിഡ് ലീക്ക് ചെയ്യുകയും കുട്ടി അകത്ത് കിടന്ന് മഷി ഇടുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ ഫ്ലൂയിഡ് കുട്ടിയുടെ ഉള്ളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് എന്നാണ്. എന്തായാലും ഈ അണുബാധ മൂലമാണ് കുട്ടി മരിച്ചതെന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതരുടെ വിശദീകരണം. എന്തിൽ നിന്ന് അണുബാധ ഉണ്ടായി എന്നുള്ള സ്വാഭാവികമായി നമുക്കറിയാം. കഴിഞ്ഞ ദിവസം ഈ പുറക്കാട് സ്വദേശിയായ യുവതി മരിച്ചപ്പോഴും ഇതുപോലെ തന്നെയാണ് പറഞ്ഞത്. അതായത് അവർക്ക് അണുബാധ ഉണ്ടായിരുന്നു, അതുകൊണ്ട് യുവതി മരിച്ചു, ആന്തരിക അവയവങ്ങളിലേക്ക് അണുബാധ പകർന്നു എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നിന്നുള്ള പ്രസവ ചികിത്സയ്ക്ക് ശേഷമാണ് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിപ്പോയിട്ടാണ് പിന്നീട് കടുത്ത അണുബാധയുമായി അവർക്ക് തിരികെ വരേണ്ടത് വന്നത്. ഇവിടെ ഇപ്പോൾ കുട്ടിയുടെ കേസ്, യുവതി മാറി കുട്ടിയുടെ കേസായിട്ടാണ് അവർ പറയുന്നത്. കുട്ടിക്ക് അണുബാധ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ 29 ശേഷം കുഞ്ഞിനെ ആരെയും കാണിച്ചിട്ടില്ല. ഇന്ന് പുലർച്ചെ 1 മണിയോട് അടുപ്പിച്ച് കുട്ടി മരിച്ചു എന്നുള്ള വിവരം അവരെ അറിയിക്കുകയായിരുന്നു. പിന്നീട് ആ അമ്മ ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ആശുപത്രി വാർഡിന് മുന്നിൽ പ്രതിഷേധിക്കേണ്ട ഒരു സാഹചര്യവും ഗതികേടിലേക്കും അവർ എത്തി എന്നുള്ളതാണ്. തുടർന്ന് പ്രതിഷേധത്തിലേക്ക് ഒരു അനുനയ ശ്രമത്തിലേക്ക് എത്തിയത്. തീർച്ചയായും അത് തന്നെയാണ് ഏറെ വേദനിപ്പിച്ച കാര്യം. കാരണം ആ ഒരു കുഞ്ഞിന്റെ
ആ ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിച്ച ഒരു കുടുംബം, ഒരു ദമ്പതികൾ, അവർക്ക് കുഞ്ഞിൻ്റെ ചേതനയേറ്റ ശരീരവുമായി പ്രതിഷേധിക്കേണ്ട ഒരു ഗതികേട് ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച. ഇത് ഈ ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ശരണി തന്നെ റിപ്പോർട്ട് ചെയ്തത്. ഒരു വൃദ്ധമാതാവിൻ്റെ മരണം ചികിത്സാ പിഴവിനെ തുടർന്ന് മകനും ബന്ധുക്കളും ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചത്. അന്ന് ഈ ആശുപത്രി അധികൃതർ, സൂപ്രണ്ട് അടക്കം പറഞ്ഞത് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ്. പിന്നീട് അന്വേഷണ റിപ്പോർട്ടിൽ ഈ ഡോക്ടർമാരെ, വീഴ്ച വരുത്തിയ ഡോക്ടർമാരെ ന്യായീകരിക്കുന്ന, അവരെ സംരക്ഷിക്കുന്ന സമീപനം ഈ ആശുപത്രി അധികൃതർ തന്നെ സ്വീകരിക്കുന്നു. ഇവിടെയും പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. സമാനമായ രീതിയിൽ ഈ ഡോക്ടർമാരെ സംരക്ഷിക്കുന്ന സമീപനം തന്നെ ആയിരിക്കുമല്ലോ സ്വീകരിക്കുക. ഇതിലൊരു മാറ്റം ഉണ്ടാകുമെന്ന് സാധാരണക്കാരായ രോഗികൾക്ക്, ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ അവിടുത്തെ ഈ ഒരു സാഹചര്യത്തിൽ? ടോം, അത് ഉടനെ ഒന്നും പ്രതീക്ഷിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അമ്പലപ്പുഴ MLA കഴിഞ്ഞ ദിവസം മൈക്ക് കെട്ടി പുറത്തു നിന്ന് പ്രസംഗിക്കുകയുണ്ടായി. അതായത് ആശുപത്രി അധികൃതരിൽ ഗുരുതരമായ വീഴ്ചയുണ്ട്, ഡോക്ടർമാർ സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്നു, ആ പ്രാക്ടീസ് അവസാനിപ്പിക്കാനുള്ള ഇടപെടൽ തങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നൊക്കെ ഉള്ളൂ ഭീഷണിയും കാര്യങ്ങളും ഒക്കെ പോകുമ്പോൾ പോലും തങ്ങളുടെ സർക്കാർ ഭരിക്കുന്ന ആരോഗ്യ വകുപ്പിലെ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഭരിക്കുന്നത്, ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സ്ഥലമാണ് അമ്പലപ്പുഴ മണ്ഡലത്തിലാണ് ഈ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. അവിടെ എന്ത് ഇടപെടൽ മുകളിലെ തട്ടിൽ നിന്നുണ്ടാക്കി ഇവിടെ ഈ കൃത്യവിലോപത്തിനെതിരെയും ഒപ്പം തന്നെ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാനുമുള്ള ഇടപെടൽ എന്തുണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ഒന്നും ഉണ്ടാകുന്നില്ലെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഞാൻ നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ നമ്മൾ വളരെ ദുഃഖത്തോടെ റിപ്പോർട്ട് ചെയ്തതാണ് അമ്പലപ്പുഴ സ്വദേശിയായ ഷിബിനയുടെ മരണവിവരം. ഷിബിന ഇതുപോലെ തന്നെയായിരുന്നു. അവിടെ നമുക്ക് ആ കുഞ്ഞുങ്ങളെ കണ്ടാൽ സങ്കടം വരും. 2 കുട്ടികൾ, അതായത് ഒരു 3 വയസ്സുകാരിയും ഒപ്പം തന്നെ ഒരു നവജാത ശിശുവും, 2 പെൺമക്കൾക്കാണ് ആ പ്രസവത്തോടു കൂടി അമ്മ ഇല്ലാതാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ പെൺകുട്ടിയെയും ഇതുപോലെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും അവിടെ നിന്ന് പ്രസവിച്ചു പോയതിനു ശേഷം പിന്നീട് അണുബാധ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ആശുപത്രിയിലേക്ക് വരികയും ആന്തരിക അവയവങ്ങൾക്ക് അടക്കം പ്രശ്നമുണ്ടാവുകയും ചെയ്തു. ICUവിൽ പ്രവേശിപ്പിച്ച യുവതിയെ പൂർണ്ണമായി ഭേദമാകാതെ വീണ്ടും വാർഡിലേക്ക് മാറ്റുകയും സാഹചര്യം കൂടുതൽ ഗുരുതരമാവുകയും മരണപ്പെടുകയുമായിരുന്നു. ഇതേപോലെ തന്നെയാണ് 74കാരുടെയും സംഭവം ഉണ്ടായത്. പുന്നപ്ര സ്വദേശിനിയായ ആ വയോധിക അവിടെ എത്തിയതിനു ശേഷം അവരെ ആശുപത്രിയിൽ പെറും പനിയുമായി വന്ന അവർക്ക് പിന്നീട് ന്യൂമോണിയ മൂർച്ഛിച്ചു പോവുകയും കോട്ടയത്തേക്ക് ഡിസ്ചാർജ് മാറ്റുകയുമാണ് ചെയ്തത്. അന്നും ഇതുപോലെ ആ കുടുംബം പ്രശ്നമുണ്ടാക്കിയിട്ടാണ് അവർക്ക് ഒരു ICU സപ്പോർട്ട് കിട്ടുന്ന ഒരു MICU, മെഡിക്കൽ ICUയിലേക്ക് മെഡിസിൻ ICUയിലേക്ക് അവരെ മാറ്റിയത്. അപ്പോൾ ആളുകൾ പ്രതിഷേധിച്ചാൽ അല്ലെങ്കിൽ പ്രതികരണ ശേഷി കാണിച്ചാൽ മാത്രമേ ഒരു ICUയിലെ ബെഡോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. ഒരുപാട് മുറികൾ, വെന്റിലേഷൻ സംവിധാനമുള്ള ICU ബെഡുകളുള്ള റൂമുകൾ പ്രവർത്തിപ്പിക്കാത്ത സാഹചര്യത്തിൽ അടച്ചിടുന്ന സാഹചര്യം പോലും ഈ ആശുപത്രിയിലുണ്ട്. 1-2 ജീവനക്കാരെ കൊടുക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകളുടെ കയ്യിൽ നിന്നും വാർഡിൽ കിടന്ന് മരിക്കാൻ തയ്യാറാണ് എന്നുള്ള പേപ്പർ ഒപ്പിട്ട് വാങ്ങിയ ശേഷം ICUയിൽ ബെഡ് ഒഴിവില്ല, അതുകൊണ്ട് ഇവിടുത്തെ സാഹചര്യത്തിൽ റിസ്ക് എടുത്തുകൊള്ളാമെന്ന് പറഞ്ഞ് ഒപ്പിട്ട് പേപ്പർ വാങ്ങിയാണ് ആളുകൾ അവിടെ ചികിത്സ എടുത്തത്. വേറൊന്നുമല്ല കേട്ടോ. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഒരു വാഹനാപകടം വന്നാലോ ഒരു പ്രശ്നം, അടിയന്തര സാഹചര്യം വന്നാലോ പോകാൻ ആളുകൾക്കുള്ള ആകെയുള്ള ഒരു ആശ്രയമാണ് ഈ ജനറൽ ആശുപത്രിയും WNCയും ഒപ്പം തന്നെ മെഡിക്കൽ കോളേജും. ആ മെഡിക്കൽ കോളേജിന്റെ ഒരു ദുരവസ്ഥ എന്ന് പറഞ്ഞാൽ എത്ര കണ്ട് റിപ്പോർട്ട് ചെയ്ത് നമുക്ക് പോലും നാണം തോന്നും. അതുപോലെ അത്ര ഗുരുതരമായ അലംഭാവം നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ടോം പറഞ്ഞതുപോലെ നിയമപരമായ യാതൊരു കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. കാരണം അവിടെ ഉണ്ടാകുന്നത് ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിക്കും. ആ മെഡിക്കൽ ബോർഡിൽ കുറെ ഡോക്ടർമാരുടെ സംഘം ഉണ്ടാകും. അവരൊരിക്കലും ഇന്ന് വരെ ഡോക്ടർമാർക്ക് അനാസ്ഥ ഉണ്ടായിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടില്ല. വരുന്ന രോഗികൾക്ക് ഇപ്പോൾ ഷിബിനയുടെ കേസിൽ ആ സ്ത്രീക്കായിരുന്നു അണുബാധയെങ്കിൽ ഇപ്പോൾ കുട്ടിക്ക് അണുബാധയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്വാഭാവികമായും ഇതൊക്കെ ഈ മെഡിക്കൽ ടേമുകളിൽ തട്ടി ഈ കേസുകൾക്കൊന്നും ഒരു ന്യായമായ ഈ പരാതിക്കാർക്ക് ഗുണകരമായ രീതിയിൽ ഒരു കാര്യങ്ങൾ പോലും ഉണ്ടാകില്ല. പോലീസിന് പോലും ഇതിൽ മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഈ മെഡിക്കൽ ബോർഡിന്റെ ഡിസിഷൻ, അവർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കേസ് എടുക്കൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകും. അവിടെ പല തട്ടിൽ, വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരെ നോക്കാൻ പല തട്ടിലാണ് ആളുകൾ. സൂപ്രണ്ട് ഒരു വഴിക്ക്, ഡോക്ടർമാർ ഒരു വഴിക്ക്. ഇവർ ആരും, സൂപ്രണ്ട് പറഞ്ഞാൽ അനുസരിക്കാത്ത ഡോക്ടർമാർ. ഇപ്പോൾ ഗൈനക്കോളജിയിൽ തന്നെ പ്രധാനപ്പെട്ട ഡോക്ടർമാർ ദീർഘകാലം അവധിയിലാണ്. തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫറിന് ശ്രമിക്കുന്നു. അവിടെ ട്രാൻസ്ഫർ കിട്ടുമെന്നുള്ള ഉറപ്പിന്മേൽ ഇവിടെ നിന്ന് അവധിയെടുത്ത് നാട്ടിൽ തന്നെ നിൽക്കുക. അങ്ങനെ എത്ര കുത്തഴിഞ്ഞ സംവിധാനമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് എന്നത് നമുക്ക് വാക്കുകൾ കൊണ്ട് പറയുന്നത്
പറയുന്നതിനപ്പുറമാണ്. നിരന്തരം ആളുകൾ മരിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങൾ മരിക്കുന്നുണ്ട്. പ്രതിഷേധിക്കുന്നവരുടെ കാര്യങ്ങൾ മാത്രം പുറത്തു വരുന്നു. അല്ലാത്തവർ, പാവപ്പെട്ട മനുഷ്യർ ആ നൽകുന്ന മൃതദേഹവും വാങ്ങി തിരികെ പോവുകയാണ് ചെയ്യുന്നത്. എങ്കിൽ പോലും ഇപ്പോൾ ആരോഗ്യമന്ത്രിക്ക് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മരണത്തിൽ ആരോഗ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകാനായി മെഡിക്കൽ DMEയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തി ഇവിടെ പരിശോധനയും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ആരോഗ്യമന്ത്രിക്ക് ആ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പക്ഷേ ആ റിപ്പോർട്ടിന്റെ കണ്ടന്റ് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ആർക്കും വിവരമില്ല. പ്രത്യേകിച്ച് പരാതിക്കാരായ മനുഷ്യർക്കെങ്കിലും അത് സംബന്ധിച്ച് എന്താണ് അന്വേഷണ ഉത്തരവെന്ന് അറിയാനുള്ള അവകാശമുണ്ട്. ആ അവകാശം പോലും നിഷേധിക്കപ്പെട്ട അവർക്ക് ഒന്നും അറിയില്ല ഈ കേസുകളുടെ സ്റ്റാറ്റസ് എന്താണ്, അന്വേഷണം എന്താണ് എന്ന്. നീതി കിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. നഷ്ടപ്പെടുന്നവർക്ക് നഷ്ടപ്പെടുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് തന്നെയാണ് ശരണി സൂചിപ്പിച്ചതേറെ സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. രാജ്യത്ത് ആരോഗ്യരംഗത്ത് നമ്പർ 1 എന്ന് പറയുന്ന കേരളത്തിലെ ആശുപത്രികളാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. പ്രത്യേകിച്ചും ആലപ്പുഴയിലെയും കോഴിക്കോട്ടെയും മെഡിക്കൽ കോളേജുകളിൽ അവിടെ കയ്യിലെ വിരലിന് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തുക, വയറിൽ കത്രിക വെച്ച് പിന്നീട് അത് വലിയ വിവാദമായിട്ടും അതിനെ ന്യായീകരിക്കുന്ന ഡോക്ടർമാർ, ആശുപത്രിയിൽ ICUയിൽ നടക്കുന്ന പീഡനങ്ങൾ. ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ മാത്രം ഈ സമീപ ദിവസങ്ങളിൽ ഏതാനും ഒരു മാസത്തിനിടയ്ക്ക് ഇപ്പോൾ സംഭവിക്കുന്ന 3ാമത്തെ മരണം, ഒരു വൃദ്ധമാതാവിൻ്റെ മരണം, യുവതിയുടെ മരണം, ഇപ്പോൾ ഒരു നവജാത ശിശുവിൻ്റെ മരണം. പക്ഷെ ഇവിടെയും സാധാരണക്കാരായ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടുത്തെ ഡോക്ടർമാരെ, ഈ വീഴ്ച വരുത്തുന്ന ഡോക്ടർമാരെ സംരക്ഷിക്കുന്ന സമീപനമാണ് ഇപ്പോഴും സ്വീകരിക്കുന്നത്. ഒരു കാര്യം, ഇവിടുത്തെ ഈ വീഴ്ച വരുത്തുന്ന ഡോക്ടർമാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഈ ആരോഗ്യരംഗത്തിൻ്റെ, ആരോഗ്യ മേഖലയുടെ വിശ്വാസ്യത തന്നെ പൂർണ്ണമായും തകരുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാകാൻ പോവുക. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. JDU തുടങ്ങി കാസർഗോഡ് ചെർക്കളയിൽ ഗതാഗത നിയമം ലംഘിച്ച് ഷാഫി പറമ്പിൽ ഫാൻസിന്റെ വിജയാഘോഷം. ഓടുന്ന വാഹനത്തിൽ പടക്കം പൊട്ടിച്ചാണ് ഇവർ ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചത്. പടക്കം പൊട്ടിച്ച് നഗരത്തിലൂടെ ഏറെ നേരം വാഹനം സഞ്ചരിച്ചു. ഷാഫി പറമ്പിൽ ഫാൻസ് ആലമ്പാടി എന്ന ബാനർ ഉയർത്തിയായിരുന്നു വിജയാഹ്ലാദം. KV ബൈജു ചേരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ബൈജു, വിജയാഘോഷങ്ങളൊക്കെ വേണം, കാരണം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം എല്ലാ സ്ഥാനാർത്ഥികളും അവരുടെ പ്രവർത്തകരും ഒക്കെ ആഘോഷിക്കുന്നുണ്ട് വലിയ രീതിയിൽ. പക്ഷെ നമ്മുടെ നിയമം പാലിച്ചുകൊണ്ടാകണമല്ലോ ഈ രീതിയിലുള്ള ആഘോഷങ്ങളൊക്കെ സംഘടിപ്പിക്കേണ്ടത്. പ്രത്യേകിച്ചും വലിയ രീതിയിൽ അപകടം ക്ഷണിച്ചു വരുത്തുന്ന രീതിയിൽ വാഹനത്തിന് ഉള്ളിൽ നിന്നും പടക്കം പൊട്ടിക്കുന്നു. വലിയ അപകടത്തിന്, സാധാരണക്കാരായ ജനങ്ങൾക്ക് വരെയും ഭീഷണിയാകുന്ന രീതിയിലുള്ള ആഹ്ലാദമാണ്, വിജയാഘോഷമാണ് നടന്നത്. സംഭവത്തിൽ പോലീസ് അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പ് ഈ വിഷയത്തിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? ടോമെ, ഏറെ ഭയാനകരമായ കാഴ്ച തന്നെയാണ് ഇത്. ഒരു വാഹനത്തിൽ ഇതിലൊരു കുട്ടിയെ കൂടി നമുക്ക് കാണാം. ഇത്തരത്തിൽ പടക്കം പൊട്ടിച്ച് ഈ വാഹനത്തിന്റെ മുകളിൽ നിന്നൊക്കെ പടക്കം പൊട്ടിച്ച് വളരെ തിരക്കുള്ള റോഡിലൂടെ ഇത്തരത്തിൽ ആഘോഷിക്കുന്ന ഒരു കാഴ്ചയാണ് ഇത് കാണുന്നത്. അതായത് കാസർഗോഡ് ജില്ലയിലെ ചെർക്കള മുതൽ നായന്മാർ മൂലമൽ, അതായത് ജില്ലാ ഭരണ കേന്ദ്രമായ കലക്ടറേറ്റ്, അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസൊക്കെ സ്ഥിതി ചെയ്യുന്നതിന് സമീപത്താണ് ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചുകൊണ്ടുള്ള ഈ ആഘോഷം. എന്തായാലും വടകരയിലെ വിജയിച്ച ഷാഫി പറമ്പിലിന്റെ ഫാൻസ് എന്ന പേരിൽ ആലമ്പാടിയുള്ള ഒരു കൂട്ടം യുവാക്കളാണ് ഇത്തരത്തിലുള്ള ഒരു അപകടപരമായ രീതിയിലുള്ള ഒരു ആഘോഷം സംഘടിപ്പിച്ചത്. ഏതായാലും ഇതിൽ ഇപ്പോൾ പോലീസോ മോട്ടോർ വാഹന വകുപ്പോ ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നതാണ് ഏറെ പ്രധാനം. നമുക്കറിയാം, നേരത്തെ സഞ്ജു ടെക്കി ഇത്തരത്തിൽ ഒരു അപകടകരമായ വിധം വാഹനത്തിൽ സ്വിമ്മിംഗ് പൂളൊക്കെ ഒരുക്കി യാത്ര ചെയ്തതും അതിനെതിരെ ശക്തമായ നടപടി വന്നതും ഹൈക്കോടതി പോലും ഇടപെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സംഭവത്തിൽ ഇതുവരെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടില്ല. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഈ വാഹനത്തിന്റെ മുകളിൽ നിന്നാണ് ഇത്തരത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിരവധി പടക്കങ്ങൾ ആകാശത്തേക്ക് ഇത്തരത്തിൽ പൊട്ടിച്ചു വിടുന്ന കാഴ്ചകൾ
നഗരത്തിൽ വലിയ തിരക്കുള്ള വിദ്യാനഗർ ഭാഗത്ത് വലിയ തിരക്കുള്ള ഒരു പ്രദേശം കൂടിയാണ് ഇത്. ഏതായാലും ഈ സംഭവം മോട്ടോർ വാഹന വകുപ്പിന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഇതിനെതിരെ നടപടി ഒന്നും തന്നെ സ്വീകരിച്ചില്ല. നമുക്കറിയാം, നേരത്തെ തമിഴ്നാട്ടിൽ സമാനമായ ഒരു സംഭവം ഉണ്ടായത് രാജ്യം മുഴുവൻ ചർച്ച ചെയ്താണ്. ഇരുചക്ര വാഹനത്തിൽ ഇത്തരത്തിൽ പടക്കം പൊട്ടിച്ച് യാത്ര ചെയ്ത ഒരു ദൃശ്യമാണ്. അതിപ്പോഴും നമുക്ക് മറക്കാൻ പറ്റില്ല. ഡിസംബർ 31-നായിരുന്നു ഇത്തരത്തിലുള്ള ആഘോഷം സംഘടിപ്പിച്ചത്. വലിയ തോതിൽ ചർച്ചയായിരുന്നു. അതിന് സമാനമായ രീതിയിലാണ് ഈ ജീപ്പിലും ഇത്തരത്തിൽ പടക്കം പൊട്ടിച്ചുകൊണ്ട് ഈ യാത്ര ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെവി പൊത്തിപ്പിടിച്ചുകൊണ്ടൊരു കുട്ടിയെയും ഈ വാഹനത്തിന്റെ അകത്ത് കാണാം. ഏറെ അപകടകരമായ രീതിയിലാണ് ഇവരുടെ യാത്ര. വഴിയിലെല്ലാം പടക്കം പൊട്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒപ്പം ഇത് കൂടാതെ വാഹനത്തിന്റെ മുകളിൽ നിന്നും പടക്കം പൊട്ടിച്ച് ആകാശത്തേക്ക് പൊട്ടിച്ചു വിടുന്നു. ഏതായാലും നേരത്തെ ടൂറിസ്റ്റ് ബസ് ഇത്തരത്തിൽ ഒരു പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചതിന്റെ പേരിൽ വലിയ ചർച്ചയായിരുന്നു. അന്ന് ബസ്സിനെതിരെ ഡ്രൈവർക്കെതിരെയും ഉൾപ്പെടെ വലിയ നടപടിയും ഉണ്ടായിരുന്നു. ഏതായാലും ഈ സംഭവത്തിൽ ഇതുവരെ നടപടിയൊന്നും സ്വീകരിച്ചതായി നമുക്ക് വിവരമില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രിയോട് കൂടിയാണ്. അതായത് ബൈജു സൂചിപ്പിച്ചതുപോലെ ഇത് ദേശീയപാതയിലാണ് ഈ രീതി ഗതാഗത നിയമം ലംഘിച്ചുകൊണ്ടുള്ള വിജയാഘോഷം നടന്നത്. ഇപ്പോൾ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഈ ദേശീയപാതയിൽ ഈ രീതിയിൽ വലിയ രീതിയിൽ ശബ്ദ മലിനീകരണം ഉണ്ടാക്കുന്നു, ഗതാഗത നിയമം ലംഘിക്കുന്നു. പോലീസിന്റെ ശ്രദ്ധയിൽ ഇതൊന്നും പെട്ടിരുന്നില്ല. ഇതുവരെ യാതൊരു കേസും എടുക്കാത്തത് എന്തുകൊണ്ടാണ്? തീർച്ചയായും പോലീസിന്റെയോ മോട്ടോർ വാഹന വകുപ്പിന്റെയോ ശ്രദ്ധയിൽ ഈ കാര്യം പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ദൃശ്യം നമ്മളാണ് പുറത്തുവിട്ടത്. ഇതിൽ മണിക്കൂറുകളോളമാണ് ഈ വാഹനം ഇത്തരത്തിൽ പടക്കം പൊട്ടിച്ചുകൊണ്ട്, അതായത് നിരന്തരം പടക്കം പൊട്ടിച്ചു തുടരെ പടക്കം പൊട്ടിച്ചുകൊണ്ട് റോഡിലൂടെ ഇത്തരത്തിൽ യാത്ര ചെയ്തത്. പക്ഷേ പോലീസിന്റെ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിന് മൂക്കിന് താഴെ നടന്ന സംഭവം ഇവരുടെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഈ ദൃശ്യം ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ശേഖരിച്ചിട്ടുണ്ട്. അവർ ഇത് സംബന്ധിച്ച് പരിശോധന നടത്തുന്നുണ്ട്. ഈ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പർ ഉൾപ്പെടെ കൃത്യമായി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ നടപടി സ്വീകരിക്കുന്നതിന് വലിയ താമസമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിച്ചതായി മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. ഏതായാലും ഈ സംഭവം ഇപ്പോൾ ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് ഇപ്പോൾ നടന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഇന്നാണ് ഈ ദൃശ്യം നമ്മൾ പുറത്തുവിടുന്നത്. ഇതുവരെ ഇവർക്ക് ഈ ദൃശ്യത്തിനെ കുറിച്ച് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. നമ്മൾ ബന്ധപ്പെട്ടിരുന്നു മോട്ടോർ വാഹന വകുപ്പുമായി. ഏതായാലും ഇപ്പോൾ ഇതിന് നടപടിയെടുക്കാനുള്ള ഇവർക്കെതിരെ നടപടിയെടുക്കാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൈക്കോടതി ഉൾപ്പെടെ ഇത്തരത്തിൽ വാഹനങ്ങൾ ഇത്തരത്തിൽ റോഡിൽ ഇത്തരത്തിൽ പോകുന്നതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഇത്തരം സംഭവങ്ങൾ തുടരുന്നു എന്നതാണ് ഏറെ ആശങ്ക ഉണ്ടാക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദേശീയ പാതയാണ്. നിരവധി വാഹനങ്ങൾ, വലിയ ഗ്യാസ് ടാങ്കർ ഉൾപ്പെടെ കടന്നു പോകുന്ന പാതയാണ്. ഈ പാതയിലാണ് ഇത്തരത്തിൽ അപകടകരമായ രീതിയിൽ നിരന്തരം മാലപ്പടക്കമായിരുന്നു ഇവരുടെ വാഹനത്തിന് മുകളിലൂടെ വെച്ച് പൊട്ടിച്ചുകൊണ്ടിരുന്നത്. അത് കൂടാതെയാണ് ഈ വാഹനത്തിന്റെ മുകളിൽ നിന്നും ഇത്തരത്തിൽ ആകാശത്തേക്ക് പടക്കം പൊട്ടിച്ചു വിടുന്ന സാഹചര്യം ഉണ്ട്. ഏതായാലും മണിക്കൂറുകളോളമാണ് ഇവരുടെ ഇത്തരത്തിൽ ഈ പടക്കം പൊട്ടിച്ചുകൊണ്ടുള്ള ഈ ആഘോഷ യാത്രയുണ്ടായത്. എന്തായാലും ഈ സംഭവത്തിൽ നിലവിൽ നടപടിയൊന്നും സ്വീകരിച്ചതായി നമുക്ക് വിവരമില്ല കേട്ടോ. ഇത് ആരാണ് ഈ രീതിയിൽ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചത്, ഈ വിജയാഘോഷം സംഘടിപ്പിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ടോ? മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണോ അതോ ഷാഫി പറമ്പലിന്റെ ആരാധകരാണോ? ഇവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ ബൈജു? ടോമെ, മുസ്ലിം ലീഗ് പ്രവർത്തകരാണെന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ആലമ്പാടി ഷാഫി പറമ്പിൽ ഫാൻസ് അസോസിയേഷൻ എന്ന ലാബിൽ ഇത്തരത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരാണ് ഈ വിജയാഘോഷം സംഘടിപ്പിച്ചത്. അതിനിടയിലാണ് ഈ വാഹനത്തിന്റെ, നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്പർ കൃത്യമായി കാണാം. അതുകൊണ്ട് തന്നെ ഇതിന് RC ഓണറെ കണ്ടുപിടിക്കുന്നതിന് വലിയ താമസമൊന്നും മോട്ടോർ വാഹന വകുപ്പിനില്ല. കൃത്യമായി കണ്ടുപിടിക്കാൻ പറ്റും. ഏതായാലും മുസ്ലിം ലീഗ് പ്രവർത്തകർ തന്നെയാണ് ഇത്തരത്തിൽ എന്ന ഒരു സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇത് ദേശീയപാതയിൽ കലക്ടറേറ്റിന് തൊട്ടടുത്ത് വരെ ഈ വാഹനം ഇത്തരത്തിൽ പടക്കം പൊട്ടിച്ചുകൊണ്ട് എത്തിയിരുന്നു. പിന്നീട് ചർക്കളയിലേക്ക് തിരിച്ചു
പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. വലിയ തിരക്ക്, ഈ ദേശീയപാതയുടെ നിർമ്മാണമൊക്കെ നടക്കുന്ന സമയമാണ്, വലിയ തിരക്കാണ്. ഒരു ഒറ്റ വാഹനത്തിന് മാത്രമേ ഇതുവഴി കടന്നു പോകാൻ ഇപ്പോൾ പറ്റൂ. എന്തെങ്കിലും അപകടമുണ്ടായാൽ വാഹനങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ വരെ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സ്ഥലമാണ്. മണിക്കൂറുകളോളം ഗതാഗത തടസ്സമാണ് ഈ ഭാഗത്തൊക്കെ ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങൾ അപകടകരമായ രീതിയിലുള്ള ഒരു സ്ഥലത്തുകൂടിയാണ് ഇത് ഉണ്ടായതെന്നാണ് ഇതിന് ഏറ്റവും പ്രധാനം. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. വലിയ പ്രതിഷേധം ഇതിനെതിരെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടിയാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പും സ്വീകരിക്കേണ്ടത്. കാസർഗോഡ് നിന്ന് KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. സ്കൂൾ വാഹനങ്ങളുടെ ഡ്രൈവർമാരുടെ നിയമത്തിൽ കർശന മാർഗനിർദ്ദേശവുമായി ഗതാഗത വകുപ്പ്. ആ വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. TDP ഭംഗിയും സുരക്ഷയും നൽകുന്നു. സ്പോട്ട് ലൈവ് തുടരുന്നു. സ്കൂൾ വാഹനങ്ങളുടെ ഡ്രൈവർമാരുടെ നിയമത്തിൽ കർശന മാർഗനിർദ്ദേശവുമായി ഗതാഗത വകുപ്പ്. മദ്യപിച്ച് വാഹനമോടിച്ചതിനോ അമിത വേഗത്തിൽ വാഹനമോടിച്ചതിനോ ഒരിക്കലെങ്കിലും ശിക്ഷിക്കപ്പെട്ടവരെ സ്കൂൾ വാഹനങ്ങളുടെ ഡ്രൈവർമാരാക്കരുതെന്ന് ഗതാഗത വകുപ്പ് സർക്കുലർ ഇറക്കി. മോട്ടോർ വാഹന വകുപ്പിന്റെ നിയമങ്ങൾ പാലിക്കാതെ വർഷത്തിൽ 2 പ്രാവശ്യത്തിൽ കൂടുതൽ ശിക്ഷിക്കപ്പെട്ടവരെയും ഡ്രൈവർമാരായി നിയമിക്കരുതെന്നും പുതുക്കിയ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട്. BV വിനോദ് ചേരുന്നു വിശദാംശങ്ങളുമായി. വിനോദ്, പ്രത്യേകിച്ച് നമുക്കറിയാം മാതാപിതാക്കളെയൊക്കെ സംബന്ധിച്ച് കുട്ടികളെ സ്കൂളിലേക്ക് വിടുമ്പോൾ വലിയ ആശങ്കയുണ്ട്. വലിയ അമിത വേഗതയിൽ പല സ്കൂൾ ബസ്സുകളും പോകുന്നത്, നിരത്തുകളിലൂടെ പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. ചിലർക്ക് ഗതാഗത നിയമം ലംഘിക്കുന്നുമുണ്ട്. പക്ഷേ ഇപ്പോൾ വളരെ മാതൃകാപരമായിട്ടുള്ളൊരു നിയമമാണ്, സർക്കുലറാണ് ഗതാഗത വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ടോം, വളരെ സുപ്രധാനമായ ഒരു ഉത്തരവ് തന്നെയാണ് ഗതാഗത വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ സ്കൂൾ കുട്ടികളുമായി പോകുന്ന വാഹനങ്ങൾ, അതിലെ ഡ്രൈവർമാരുടെ കാര്യമാണ് പ്രധാനമായും ഈ പുതിയ ഉത്തരവിൽ പറയുന്നത്. മദ്യപിച്ച് വാഹനമോടിച്ചവർ, അതോടൊപ്പം തന്നെ അമിത വേഗത്തിൽ വാഹനമോടിച്ച് ഒരു തവണയെങ്കിലും, അതായത് ഒരു വർഷത്തിനുള്ളിൽ ഒരു തവണയെങ്കിലും നടപടിക്ക് വിധേയരായ ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളെ സ്കൂൾ ബസ്സുകളിൽ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് എന്ന ഒരു നിർദ്ദേശമാണ് ഉത്തരവിലൂടെ ഗതാഗത വകുപ്പ് പറയുന്നത്. സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സീബ്ര ലൈനുകൾ മുറിച്ചു പോവുക, സിഗ്നൽ തെറ്റിക്കുക, മറ്റ് ഗതാഗത ലംഘനങ്ങൾ നടത്തുക, ഇങ്ങനെ ഒരു വർഷത്തിനുള്ളിൽ 2 തവണ നടപടിക്ക് വിധേയരായ ആളുകൾ, അങ്ങനെയുള്ളവരെയും ഈ ബസ്സുകളിൽ ഉപയോഗിക്കരുതെന്ന് ഉത്തരവിൽ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഡ്രൈവർമാരുടെ ഡ്രസ് കോഡ് സംബന്ധിച്ചുള്ള നിർദ്ദേശം, അത് സ്കൂൾ ബസ്സുകൾ, പൂർണ്ണമായും സ്കൂൾ ബസ്സുകളിലെ ഡ്രൈവർമാർ അവർ വെളുത്ത നിറത്തിലെ ഷർട്ടും അതോടൊപ്പം തന്നെ കറുത്ത പാൻറ്റും ഉപയോഗിക്കണം. പൊതുഗതാഗത സംവിധാനവുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അങ്ങനെ സ്കൂൾ കുട്ടികൾ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, അതിലെ ഡ്രൈവർമാർ കാക്കി വസ്ത്രമാണ് ധരിക്കേണ്ടത്. 50 കിലോമീറ്ററിലധികം ഈ വാഹനം മണിക്കൂറിൽ സഞ്ചരിക്കാൻ പാടില്ല. അതിൻ്റെ പരമാവധി വേഗത 50 കിലോമീറ്റർ എന്ന നിലയ്ക്ക് നിജപ്പെടുത്തിയിട്ടുണ്ട്. സ്പീഡ് ഗവർണർ അത് നിർബന്ധമായും എല്ലാ വാഹനങ്ങളിലും വേണം. ഇതിനകം തന്നെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിശോധനകൾ, സ്കൂൾ ബസ്സുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ എല്ലായിടങ്ങളിലും പൂർത്തിയായിരുന്നു. ഈ മദ്യപാന ശീലം, അതോടൊപ്പം തന്നെ പാൻ മസാലകൾ, അത് മുറുക്ക്, വെറ്റില മുറുക്ക്, ഇതെല്ലാം തന്നെ ശീലമാക്കിയിട്ടുള്ള ആളുകൾ, അവരെ ഒന്നും ഈ വാഹനങ്ങളിൽ ഒരു കാരണവശാലും ഡ്രൈവർമാരായി നിയോഗിക്കരുത് എന്ന ഒരു നിർദ്ദേശമുണ്ട്. മാത്രവുമല്ല, ഈ ഓടിക്കുന്ന വാഹനം അവർ 10 വർഷമെങ്കിലും അവർ തന്നെ കൈകാര്യം ചെയ്ത വാഹനമായിരിക്കണം. അതിൽ കുറഞ്ഞ കാലത്തെ പരിചയം, ഡ്രൈവർ ആ വാഹനം ഉപയോഗിക്കുന്നത് 10 വർഷത്തിൽ താഴെയാണ് ആ വാഹനം ഉപയോഗിച്ചിട്ടുള്ളതെങ്കിൽ അങ്ങനെയുള്ളവരെ ഒഴിവാക്കണമെന്ന ഒരു നിർദ്ദേശം കൂടിയുണ്ട്. മറ്റൊന്ന്, സ്കൂൾ കുട്ടികളുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. അവരുടെ പേര്, രക്ഷിതാവിൻ്റെ പേര്, രക്ഷിതാവിൻ്റെ ഫോൺ നമ്പർ, ഈ കുട്ടി പഠിക്കുന്ന ക്ലാസ്, അതോടൊപ്പം എവിടെയാണ് കുട്ടി ഇറങ്ങേണ്ട സ്ഥലം, ഇതെല്ലാം ലിസ്റ്റ്, എല്ലാ കുട്ടികളുടെയും പേര് ഒരു ലിസ്റ്റാക്കി ലാമിനേറ്റ് ചെയ്ത് ഈ ബസ്സിനുള്ളിൽ പതിച്ചിരിക്കണം എന്ന നിർദ്ദേശം. അതായത് ഒരു ദിവസം ഒരുപക്ഷെ ആ ബസ്സിലെ ക്ലീനറോ ആയയോ മാറി വരികയാണെങ്കിൽ ഒരു കാരണവശാലും അവർക്കൊരു പിഴവ് സംഭവിക്കരുത്. കുട്ടികളെ യഥാസ്ഥലത്ത് തന്നെ ഇറക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ. ഇങ്ങനെ വളരെ വിപുലമായ നിർദ്ദേശങ്ങളാണ് ഈ സ്കൂൾ തുറപ്പുമായി ബന്ധപ്പെട്ട് ഗതാഗത വകുപ്പ് നൽകിയിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ ബസ്സുകളുടെ ഫിറ്റ്നസ് അത് ഉറപ്പാക്കിയിരുന്നു. ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ പോലും
ഈ മരുന്നുകളില്ലാതെ എത്തിയ വാഹനങ്ങൾ പല ജില്ലകളിലും ഉണ്ടായിരുന്നു. അവിടെയെല്ലാം കർശനമായ നിർദ്ദേശമാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയത്. പല ബസ്സുകൾക്കും അങ്ങനെ പെർമിറ്റ് നൽകാതിരിക്കുക. സ്കൂള് തീർച്ചയായും വിനോദ് സൂചിപ്പിച്ചതുപോലെ സുപ്രധാനമായ ഒരു നിർദ്ദേശം തന്നെയാണ്. പക്ഷെ വിനോദ്, ഈ സ്കൂൾ ബസ്സുകളെ പ്രധാനമായി ആശ്രയിക്കുന്നത് നഗരമേഖലയിലുള്ളവർ, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വീതികളുടെ വശങ്ങളിലൊക്കെ താമസിക്കുന്നവരാണ് കുട്ടികളെ ഈ സ്കൂൾ ബസ്സുകളിൽ വിടുന്നത്. അല്ലാത്ത ചില റിമോട്ട് ഏരിയയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഓട്ടോറിക്ഷകൾ അതല്ലെങ്കിൽ സ്വകാര്യ വാഹനങ്ങളൊക്കെ ആശ്രയിച്ച് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്ന രക്ഷിതാക്കളുണ്ട്. അത്തരം വാഹനങ്ങൾക്ക്, ഈ സ്വകാര്യ വാഹനങ്ങൾ, സ്കൂൾ ബസ് അല്ലാതെ സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കുന്നത്, അങ്ങനെ ആ വാഹനങ്ങൾക്ക് എന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടോ? അവിടെ അവരെ കാര്യത്തിൽ എങ്ങനെയാണ് ഈ രീതിയിലുള്ള നിരീക്ഷണവും നിയമവും ഒക്കെ നടപ്പാക്കാൻ കഴിയുക? ടോം, നേരത്തെ തന്നെ ഈ സ്വകാര്യ വാഹനങ്ങളെ സംബന്ധിച്ചുള്ള ഉത്തരവുകൾ മുൻകാലങ്ങളിൽ തന്നെ പുറത്തിറക്കിയിരുന്നു. ഇത് സ്കൂളുമായി ബന്ധപ്പെട്ടാണ്. അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും സ്കൂളുകാർക്ക് കൂടി ഉള്ള നിലയ്ക്കാണ് അത്തരം വാഹനങ്ങൾ നേരത്തെ സ്വകാര്യമായി ഇത്തരത്തിലുള്ള യാത്രകൾ നടന്നിരുന്നു. ഓട്ടോറിക്ഷയിൽ കുട്ടികളെ കുത്തി നിറച്ച് കൊണ്ടുപോകുന്ന കാഴ്ചകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴൊക്കെ അതിന് വലിയ മാറ്റമുണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല, ജനപ്രതിനിധികൾ അവരുടെ ഈ പ്രാദേശിക വികസന ഫണ്ടിലൂടെ തന്നെ ഗ്രാമീണ മേഖലകളിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് 1-2 ബസ്സുകൾ അവർ തന്നെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പഴയതുപോലെ വലിയ തോതിൽ സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യമില്ല. മാത്രവുമല്ല, ഈ ഓട്ടോറിക്ഷകളിൽ കുത്തിനിറച്ച് കൊണ്ടുപോകുന്നത്, ഒരുപക്ഷെ അങ്ങനെ കൊണ്ടുപോയാൽ നേരത്തെ തന്നെ ഉള്ള ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ കർശന നടപടി സ്വീകരിച്ചിരുന്നു. ഈ ഓട്ടോ ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ സ്വീകരിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അത്തരം നടപടികൾ ഇനിയും തുടരുമെന്നത് വ്യക്തമാണ്. ഇപ്പോൾ ഒരു പുതിയ ഉത്തരവായാണ് ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു നടപടി ഗതാഗത വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ടോം, നമ്മളത് പറയുമ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം, തിരുവനന്തപുരം കരിക്കകത്ത് വർഷങ്ങൾക്ക് മുൻപ് പാർവതി പുത്തനാറിലേക്ക് സ്കൂൾ വാൻ മറിഞ്ഞ സംഭവം, അന്ന് ഏതാണ്ട് 5-ലധികം കുട്ടികൾക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിനുശേഷം ഈ അപകടത്തിന് ശേഷം തന്നെ ദീർഘകാലം ചലനമില്ലാതെ കിടന്ന ആ കുഞ്ഞിൻ്റെയൊക്കെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. പിന്നീട് ആ കുഞ്ഞിനും ആ തരത്തിലുള്ള ഒരു വിയോഗം സംഭവിക്കുന്ന കാഴ്ച, അത്തരത്തിൽ വലിയ വേദന ഉണ്ടാക്കുന്ന സംഭവങ്ങളെല്ലാം തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായതാണ്. മറ്റ് നിരവധി ജില്ലകളിൽ ഈ സ്കൂൾ വാനുകളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ജലാശയങ്ങളിലേക്ക് മറിയുകയോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളുമായി കൂട്ടിയിടിക്കുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ, നേരത്തെ വലിയ തോതിൽ അപകടങ്ങൾ സംഭവിക്കുന്നൊരു നിലയുണ്ടായിരുന്നു. അവിടെ നിന്നാണ് നേരത്തെ തന്നെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായപ്പോൾ ചില നിയമങ്ങൾ, കൂടുതൽ ശക്തമായ നിയമങ്ങൾ കൊണ്ടുവന്നത്. അതിൻ്റെ ഒരു തുടർച്ചയായി തന്നെയാണ് ഈ ഉത്തരവിനെ കാണേണ്ടത്. കാരണം ഇപ്പോൾ ഒരു സ്കൂൾ തുറപ്പിൻ്റെ സമയമാണ്. മിക്കവാറും എല്ലാ സ്കൂളുകളും പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് ഈ സ്വകാര്യ സ്കൂളുകളിൽ, നഗരത്തിലും മറ്റ് മേഖലകളിലുമുള്ള സ്വകാര്യ സ്കൂളുകളിലാണ് കൂടുതൽ ബസ്സുകൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ നിറം അടക്കമുള്ള കാര്യങ്ങൾക്ക് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. ഇപ്പോൾ ഈ ഡ്രൈവർമാരുടെ കാര്യത്തിൽ അത് കർശനമായി ഒരു നിർദ്ദേശമായി തന്നെ വന്നിരിക്കുന്നു. നമുക്കറിയാം, KSRTCയിൽ ഇത് ഗതാഗത വകുപ്പ് അടുത്തിടെ കൊണ്ടുവന്നൊരു കാര്യമാണ് ഡ്രൈവർമാരുടെ മദ്യപാനം. ഡ്രൈവർമാർ മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ അവരെ പരിശോധിക്കുന്നതിനുള്ള നടപടി കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ തന്നെ ഏതാണ്ട് 200-നടുത്ത് ഡ്രൈവർമാരെ പിടികൂടുന്ന, അല്ലെങ്കിൽ KSRTC ജീവനക്കാരെ പിടികൂടുന്ന സാഹചര്യം. അതിൽ തന്നെ പകുതിയിലധികം പേരും ഡ്രൈവർമാരാണ്. പക്ഷേ ഈ നിയമം കർശനമായി കൊണ്ടുവന്നതോടുകൂടി അപകടങ്ങളുടെ എണ്ണം കുറഞ്ഞുവെന്ന് ഗതാഗത മന്ത്രി തന്നെ വ്യക്തമാക്കി. ആഴ്ചയിൽ ദിവസം 5-6 അപകടങ്ങൾ എന്ന നിലയിൽ നടന്നിരുന്നത് വലിയ തോതിൽ കുറഞ്ഞു. മാത്രമല്ല, അപകടമില്ലാത്ത ദിവസങ്ങൾ പോലും ഉണ്ടായി. മരണനിരക്ക് കുറഞ്ഞു. അതെല്ലാം തന്നെ ഈ അപകടകരമായി വാഹനം ഓടിക്കുന്നതിൻ്റെ ഒരു കാരണം ലഹരി വസ്തുക്കളുടെ ഉപയോഗം എന്ന് കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ KSRTCയിൽ ആ കാര്യം നടപ്പാക്കിയത്. സമാനമായ രീതിയിലാണ് ഇപ്പോൾ സ്കൂൾ ബസ്സുകളുടെ കാര്യത്തിലും ഇത്തരമൊരു തീരുമാനം വന്നിരിക്കുന്നത്. ഈ മദ്യപിച്ചോ അമിത വേഗത്തിലോ പിടികൂടിയ ഡ്രൈവർമാരാണെങ്കിൽ ഒരു കാരണവശാലും അവരെ ഈ സ്കൂൾ ബസ് ഓടിക്കുന്നതിന് ഉപയോഗിക്കരുത് എന്നതാണ് ഒന്നാമത്തെ നിർദ്ദേശമായി വന്നിട്ടുള്ളത്. ഇത് 1 വർഷത്തിനിടയിലാണ്. അതുപോലെ 1 വർഷത്തിനിടയിൽ 2 തവണയെങ്കിലും സീബ്ര ലൈനോ അല്ലെങ്കിൽ അതുപോലുള്ള ഗതാഗത ലംഘനങ്ങൾ, സീബ്ര ലൈൻ മുറിച്ച് കിടക്കുക, സിഗ്നൽ തെറ്റിച്ച് സഞ്ചരിച്ച് പോവുക, അങ്ങനെ 2 തവണയെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നടപടിക്ക് വിധേയമായിട്ടുണ്ടെങ്കിൽ അത്തരക്കാരെയും ഉപയോഗിക്കരുത്. മറ്റ് ശീലങ്ങൾ, അതായത് മദ്യപാന ശീലം, ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗം, പാൻ മസാല, വെറ്റിലമുറുക്ക്, ഇതെല്ലാം
ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ശീലമുണ്ടെങ്കിൽ അത്തരക്കാരെ ഒന്നും തന്നെ ഈ ബസ്സുകളിൽ നിയോഗിക്കരുത്. മറ്റൊന്ന്, പലപ്പോഴും സംഭവിക്കുന്നത് കുട്ടികളെ ഈ സ്റ്റോപ്പ് മാറി ഇറക്കുക, അല്ലെങ്കിൽ ആ കുട്ടികളുടെ എവിടെ നിന്നാണോ കുട്ടികളെ കയറ്റുന്നത് അതിന് പകരം മറ്റ് സ്ഥലങ്ങളിൽ കുട്ടികളെ ഇറക്കുന്ന പ്രവണതയുണ്ട്. അത് പലപ്പോഴും ഈ ബസ്സിൽ സഞ്ചരിക്കുന്ന ക്ലീനർക്കോ ആയയ്ക്കോ പിഴവ് പറ്റുന്നതാണ്. അങ്ങനെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഒരുപക്ഷെ പെട്ടെന്ന് അവരുടെ സ്ഥലം തിരിച്ചറിയാൻ കഴിയില്ല. കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിൽ ഇവരെ ഇറക്കി വിടുന്നിടത്ത് ആ കുഞ്ഞുങ്ങൾ ഇറങ്ങിപ്പോവുകയും പിന്നീട് മാതാപിതാക്കളെ കാണാതെ വലിയ പ്രയാസത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലാമിനേറ്റ് ചെയ്ത ബോർഡ് ഈ ബസ്സിനുള്ളിൽ പതിക്കണമെന്ന് പറയുന്നത്. അതിൽ കുട്ടിയുടെ പേര്, രക്ഷിതാവിൻ്റെ വിവരങ്ങൾ, രക്ഷിതാവിൻ്റെ ഫോൺ നമ്പർ, കുട്ടി ഇറക്കേണ്ട സ്ഥലം, കുട്ടി പഠിക്കുന്ന സ്കൂളിൽ ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഇത് ഓരോ കുട്ടിയുടെ കാര്യവും വിശദമായി എഴുതി ലാമിനേറ്റ് ചെയ്ത് ഈ ബസ്സിനുള്ളിൽ പതിക്കണം എന്ന നിർദ്ദേശം കൂടി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വ്യക്തമാണ്. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. വിനോദ് സൂചിപ്പിച്ചതുപോലെ വളരെ മാതൃകാപരമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഗതാഗത വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവന് സുരക്ഷത ഉറപ്പാക്കുന്ന രീതിയിലാണ് സ്കൂൾ ബസ്സുകൾക്കായി കർശനമായ നിർദ്ദേശം ഗതാഗത വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. സ്പോട്ട് ലൈവിന് പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ്. പത്തനംതിട്ടയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ CPM പ്രവർത്തകർ ആക്രമിച്ചുവെന്ന് പരാതി. കൊച്ചുകോയിക്കലിലാണ് വനിതാ ഉദ്യോഗസ്ഥയെ അടക്കം ആക്രമിച്ചത്. 4 ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. CPM പ്രാദേശിക നേതാവ് ജേക്കബ് വളയംപള്ളിയുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. ദൃശ്യങ്ങളടക്കം നൽകിയിട്ടും പോലീസ് കേസെടുക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. ശശിനാരായണൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്നും വിശദാംശങ്ങളുമായി. ശശിനാരായണൻ, യാതൊരു പ്രകോപനവുമില്ലാതെയായിരുന്നു ഈ ആക്രമണം. ഈ സംഭവത്തിന് പിന്നിൽ ഈ CPM പ്രാദേശിക നേതാവാണെന്ന്, CPM പ്രവർത്തകരാണെന്ന് പറയുന്നുണ്ട്. ഇതെന്നാണ് സംഭവം ഉണ്ടായത്? എപ്പോഴാണ് ഉണ്ടായത്? ടോം, ചൊവ്വാഴ്ചയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. ചൊവ്വാഴ്ച കൊച്ചുകോയിക്കലിൽ മരമുറിയുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തുന്ന സമയത്താണ് ഇത്തരത്തിൽ CPMന്റെ പ്രാദേശിക നേതാവ് ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം CPM പ്രവർത്തകർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്. 4 പേരാണ് ഉണ്ടായിരുന്നത്. സെക്ഷൻ ഓഫീസർ സുരേഷ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അമ്മു ഉദയൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. എന്നിവരും 4 പേരെയും ഇവർ ആക്രമിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായതിൽ 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവം ഇവർ മൊബൈലിൽ ചിത്രീകരിച്ച് പോലീസിന് നൽകിയിട്ടും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുള്ള എന്നൊരു പരാതി കൂടി വനംവകുപ്പിനുണ്ട്. ഏതായാലും ഈ വനമേഖലയോട് ചേർന്ന പ്രദേശമാണ്. സ്വാഭാവികമായും ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും തമ്മിൽ പലപ്പോഴും ഇവിടെ ചില വാക്കേറ്റങ്ങളും തർക്കങ്ങളും വന്യമൃഗശല്യത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ്. ഈ സംഭവത്തിൽ ഫോറസ്റ്റുകാരെ മലമ്പുറി അന്വേഷിക്കാൻ എത്തിയ സമയത്ത് യാതൊരു പ്രകോപനമില്ലാതെ CPM നേതാവ്, പ്രാദേശിക നേതാവ് ജേക്കബ് വളയംപള്ളിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആളുകളാണ് ഈ വനപാലകരെ ആക്രമിച്ചത്. ഏതായാലും ഈ സംഭവത്തിന് ശേഷം ഇവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും പരാതി നൽകുകയും തെളിവുകൾ, ഈ ആക്രമണത്തിന്റെ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് പോലീസിന് പരാതി നൽകിയും നടപടി ഉണ്ടായിട്ടുള്ളതാണ് വനംവകുപ്പ് ഇപ്പോൾ ആരോപിക്കുന്നത്. അത് പ്രധാനമായും ഉദ്യോഗസ്ഥർ പറയുന്നത് തങ്ങൾക്ക് ഈ സ്വൈര്യമായി ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഇപ്പോൾ ഈ മേഖലയിലുണ്ട്. കാരണം ഫോറസ്റ്റുകാരും അതുപോലെ തന്നെ പ്രദേശവാസികളും തമ്മിലുള്ള തർക്കങ്ങളും ചില മർദ്ദനങ്ങളും ഒക്കെ ഇടയ്ക്ക് ഉണ്ടാകാറുണ്ട്. ഈ വന്യജീവി ശല്യവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് പലപ്പോഴും ഇത്തരം വാക്കേറ്റങ്ങളിലും ഈ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിലൊക്കെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റുകാർക്ക് സംരക്ഷണം വേണം എന്നൊരു ആവശ്യം കൂടി ഉന്നയിച്ചുകൊണ്ട് ഫോറസ്റ്റ് പ്രൊട്ടക്ഷൻ അസോസിയേഷൻ കൂടി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ചൊവ്വാഴ്ചയാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. ടോമ, അതാ ഇപ്പൊ ഈ പോലീസ് ഈ വിഷയത്തിൽ നൽകുന്ന വിശദീകരണം എന്താണ്? ഈ ദൃശ്യങ്ങളടക്കം പരാതി നൽകിയിട്ടും എന്തുകൊണ്ടാണ് ഈ CPM പ്രവർത്തകർക്കെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാത്തത്, കേസെടുക്കാത്തത്? ടോം, അത് തന്നെയാണ് CPMന്റെ ഒരു സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടെന്നുള്ള ആരോപണമാണ് ഈ വനപാലകർ മുന്നോട്ട് വെക്കുന്നത്. ഉദ്യോഗസ്ഥർ അതിൽ തന്നെയാണ് പറയുന്നത്. കാരണം ഇത്തരമൊരു ആക്രമണം ഉണ്ടായിട്ടും, അതായത് വനിതാ ഫോറസ്റ്റ് ഓഫീസർ, അതായത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അമ്മു ഉദയൻ എന്നിവർക്ക്, അമ്മു ഉദയൻ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റിട്ടും ഇക്കാര്യത്തിൽ പോലീസ് നിസ്സംഗത പാലിക്കുന്നു എന്നുള്ളതാണ് ഈ വനപാലകർ മുന്നോട്ട് വെക്കുന്ന ഒരു പരാതി. കാരണം ദൃശ്യങ്ങൾ കൃത്യമായി മൊബൈലിൽ പ്രവർത്തിക്കുകയും ആ ദൃശ്യങ്ങൾ പോലീസിന് കൈമാറുകയും ചെയ്ത് ചൊവ്വാഴ്ച നടന്ന സംഭവമായിട്ട് പോലും ഇതുവരെ ഒരു അന്വേഷണമോ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളൊരു പരാതിയാണ് വനപാലകർ മുന്നോട്ട് വെക്കുന്നത്. തങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം പ്രദേശത്ത് നിലനിൽക്കുന്നു. ഈ വന്യമൃഗശല്യം ഉള്ള ഒരു പ്രദേശം എന്ന നിലയ്ക്ക്
നാട്ടുകാരും പോലീസും പലപ്പോഴും നാട്ടുകാരും വനപാലകരും തമ്മിലുള്ള പല പ്രാവശ്യവും ഇത്തരത്തിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ അത് കയ്യേറ്റത്തിലേക്ക് എത്തുന്നത്, ജോലിക്ക് തടസ്സം നിൽക്കുന്ന തരത്തിലേക്ക് എത്തുന്നത് വലിയ ഒരു പരാതിയായിട്ടാണ് വനപാലകർ ഉന്നയിക്കുന്നത്. കാരണം ജീവനെ പേടിയുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള അക്രമം ഉണ്ടായാൽ അത് തടയുന്നതിനോ കാര്യങ്ങളോ ഒന്നും വനം വകുപ്പിന് പരിമിതിയുണ്ട്. പോലീസാണ് ആ കാര്യങ്ങളൊക്കെ തടയേണ്ടതും അത് നിയന്ത്രിക്കേണ്ടതും കേസെടുക്കേണ്ടതും. പക്ഷെ അത്തരം ഉത്തരവാദിത്തത്തിൽ നിന്നും പോലീസും മാറി നിൽക്കുന്നു എന്നുള്ളൊരു പരാതിയാണ് ഈ ആക്രമണത്തിനിരയായ വനപാലകര് മുന്നോട്ട് വയ്ക്കുന്നത്. പരാതിയും തെളിവുകളും നൽകിയിട്ടും ഇക്കാര്യത്തിൽ ഒന്നും തന്നെ നടപടി സ്വീകരിക്കാത്ത CPBന്റെ ഉന്നതമായുള്ള ബന്ധം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അത്തരം ഇടപെടൽ വ്യക്തമാണ്. പത്തനംതിട്ടയിൽ നിന്നും ശശിനാരായണ വിവരങ്ങൾ നൽകിയത്. ശശിനാരായണൻ സൂചിപ്പിച്ചതുപോലെ പാർട്ടിയുടെ സമ്മർദ്ദം മൂലമാണ് ഈ കുറ്റക്കാർക്കെതിരെ പോലീസ് യാതൊരു നടപടിയും സ്വീകരിക്കാത്തതെന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. സംഭവത്തിൽ ഈ വനവകുപ്പ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ ആക്രമിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം നൽകിയിട്ടും പോലീസ് യാതൊരു നടപടിയും സ്വീകരിക്കാത്തതാണ് ആക്ഷേപത്തിന് ഇടയാക്കിയിരിക്കുന്നത്. ഇടുക്കി പൈനാവിൽ ഭാര്യാമാതാവിനെയും 2 വയസ്സുള്ള കുട്ടിയെയും പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ യുവാവിൻ്റെ ശ്രമം. ആ വാർത്ത വിശദമായി പരിശോധിക്കാം ഇടവേള കഴിഞ്ഞ്. കാര്യമാണ്. സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും. ഇടുക്കി പൈനാവിലുണ്ടായ ഒരു ദാരുണമായ സംഭവത്തിലേക്ക്, ഒരു നടുക്കമുണ്ടാക്കുന്ന സംഭവമാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. പൈനാവിൽ ഭാര്യാമാതാവിനെയും 2 വയസ്സുള്ള കുട്ടിയെയും പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ യുവാവിൻ്റെ ശ്രമം. കഞ്ഞിക്കുഴി സ്വദേശി നിരപ്പിൽ സന്തോഷാണ് ആക്രമണം നടത്തിയത്. പൈനാവിലെ ഭാര്യ വീട്ടിലെത്തിയ സന്തോഷ് ഭാര്യാമാതാവ് അന്നക്കുട്ടിയുടെയും ഭാര്യ സഹോദരന്റെ മകളായ 2 വയസ്സുകാരിയുടെയും നേർക്ക് പെട്രോൾ ഒഴിച്ച് തീ വയ്ക്കുകയായിരുന്നു. പ്രിൻസ് ജെയിംസ് ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. പ്രിൻസ്, 2 കാര്യം അറിയണം. ഒന്ന്, ഈ പൊള്ളലേറ്റ ഈ അമ്മയുടെയും കുഞ്ഞിൻ്റെയും അവസ്ഥ എങ്ങനെയാണ്? മറ്റൊന്ന്, ഈ സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതിക്ക് വേണ്ടി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നല്ലോ, ഇയാളെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടോ? വയോധികരെയും നിലയിൽ കാര്യമായ ബുദ്ധിമുട്ടുകളില്ല. അവർ അപകടനില തരണം ചെയ്ത് എങ്കിലും ഇവർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സാരമായ പൊള്ളലില്ല, അപകടനിലയില്ലാതെ തന്നെയാണ് ആശുപത്രിയിൽ നിന്നും നമുക്ക് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ള സംഭവം നടക്കുന്നത്. ഇടുക്കി കഞ്ഞിക്കുഴി സ്വദേശിയായ സന്തോഷ് ഭാര്യയുടെ വീട്ടിലെത്തുകയും ഭാര്യ മാധവുമായും വാക്കുതർക്കത്തിലേർപ്പെടുകയായിരുന്നു. ഇവർ തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങൾ നിലവിലുണ്ട്. ഇത് സംബന്ധിച്ചുള്ള ഒരു ചർച്ച ചെയ്യുന്നതിനായൊക്കെയാണ് ഇയാൾ കഴിഞ്ഞ ദിവസം വീട്ടിലെത്തിയത്. ഇതിനിടെ വാക്കുതർക്കം ഉണ്ടാകുകയും കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ഈ യുവതിയുടെയും ഭാര്യ സഹോദരന്റെ മകളുടെ നേരെയും ഇയാൾ ഒഴുകുകയായിരുന്നു. ഈ സംഭവത്തിൽ 2 വയസ്സുകാരി ദിയയ്ക്കും ഒപ്പം ഭാര്യയുടെ അമ്മ അന്നക്കുട്ടിക്കും പൊള്ളലേറ്റു. തുടർന്ന് ഓടിക്കൂടിയ നാട്ടുകാരാണ് ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചത്. അന്നക്കുട്ടിക്ക് ഏകദേശം 30% പൊള്ളലേറ്റിട്ടുണ്ട്. ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ ഇടുക്കിയിലെത്തിക്കുകയും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. എന്തായാലും ഇവർ ആ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിട്ട് തുടരുകയാണ്. നിലവിൽ അതിനുശേഷം ഈ സംഭവത്തിന് ശേഷം ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ട സന്തോഷ് പിന്നീട് ഒരു ബൈക്കിൽ ഇവിടുന്ന് കടന്നു കളഞ്ഞതായാണ് പോലീസിന് എത്തിക്കുന്ന വിവരം. എന്തായാലും പ്രതിയെ പിടികൂടുന്നതിനാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇപ്പം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായാലും ഈ സംഭവ പ്രതിയെ ഉടൻ തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. ഈ സംഭവത്തിന് ശേഷം ചെറുതോണിയിൽ സന്തോഷിന്റെ സഹോദരൻ നടത്തിയിരുന്ന കടയുടെ കൊലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണോ പെട്രോൾ ഒഴിച്ച് സന്തോഷ് ഭാര്യാമാതാവിനെയും കുഞ്ഞിന് നേർക്ക് അവരെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്? എന്റെ കാരണം ഈ ഭാര്യയുമായിട്ടുള്ള പ്രശ്നമാണോ? അങ്ങനെ എന്താണ് ഈ പോലീസുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരം പ്രിൻസ്? ടോം, ഈ സന്തോഷിന്റെ ഭാര്യ നിലവിൽ വിദേശത്ത് ജോലി ചെയ്യുകയാണ്. ഇവരുടെ കുടുംബങ്ങൾ തമ്മിൽ കുടുംബ പ്രശ്നങ്ങൾ നിലവിൽ ഉണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത് തമ്മിൽ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനൊക്കെയായി കൂടിയാണ് സന്തോഷ് കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയതും ഇത് സംബന്ധിച്ച് ഈ അന്നക്കുട്ടിയുമായി ചർച്ച നടത്തുകയൊക്കെ ചെയ്തിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇതിനിടയിൽ പ്രകോപിതനായാണ് ഇയാൾ കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ഒഴിച്ചത്. സ്വാഭാവികമായും അപായപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാവാം ഇയാൾ പെട്രോളുമായി വീട്ടിലേക്ക് എത്തിയിരുന്നു തന്നെയാണ് പോലീസ് നിഗമനം. കാരണം പെട്രോൾ കരുതിക്കൊണ്ട് തന്നെയാണ് ഇയാൾ ഈ വീട്ടിലേക്ക് എത്തുകയും കരുതിക്കൂടി ഒരു ആക്രമണം നടത്തുകയും ചെയ്തത്. അപ്പം ഉടൻ തന്നെ തീ കത്തിക്കാനുള്ള ശ്രമമൊക്കെ നടത്തുകയും ചെയ്തത്. എന്തായാലും നാട്ടുകാർ അവസരോചിതമായി ഇടപെടുകയും പെട്ടെന്ന് തന്നെ ഓടിക്കൂടുകയും ചെയ്യാൻ സാധിച്ചതുകൊണ്ടാണ് വലിയ ദുരന്തം ഒഴിവാക്കാൻ സാധിച്ചു. ഉടൻ തന്നെ നാട്ടുകാർ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് ഇരുവരെയും എത്തിക്കുകയായിരുന്നു. തുടർന്ന് പ്രാഥമിക ശുശ്രൂഷകളൊക്കെ നൽകിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. എന്തായാലും പെട്ടെന്ന് തന്നെ നാട്ടുകാരുടെ ഒരു ഇടപെടലാണ് ഇവരുടെ ഒരു വലിയ ഒരു ദുരന്തം ഒഴിവാക്കാൻ സാധിച്ചത്. യെസ്, വ്യക്തമാണ്. ഇടുക്കിയിൽ നിന്ന് പ്രിൻസ് ജെയിംസ് ആണ് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.
പാർട്ടികൾ